എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഇന്ന് പറഞ്ഞ വിഷയം തന്ത്രശാസ്ത്രത്തെ കുറിച്ചായിരുന്നു. തന്ത്രശാസ്ത്രം വളരെയധികം നിഗൂഢമായിരിക്കുന്ന പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കണമെന്ന് വെളിയിൽ നിൽക്കുന്നവർ വിചാരിക്കുന്ന ഒരു മേഖലയാണ് തന്ത്രം. അങ്ങനെയല്ല, അതിനെ അടുത്തറിയാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ സംസ്കൃതത്തില് തന്ത്ര എന്നും മലയാളത്തില് തന്ത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഈ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തില് സാഖ്യയോഗം, ആയുർവേദം, സംഗീതം തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളും ആഴത്തില് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് തന്ത്രം. കാരണം ഈ ഒരു വാക്കിന്റെ പ്രയോജനം അതിന്റെ വേരുകള് ഈ പറയുന്ന എല്ലാത്തിലും എന്താ പറയാ പടർന്നു നിപ്പുണ്ട്. ഇപ്പൊ മലയാളത്തില് തന്ത്രം എന്നുള്ള വാക്കിന് വേറെ പല അർത്ഥങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത്. തന്ത്ര എന്ന് ഇംഗ്ലീഷിൽ പറയും, തന്ത്രം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഇതിന് നമുക്ക് തന്ത്രം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം മലയാള ഭാഷയിൽ ഇതിനെ തന്ത്രം എന്ന് തന്നെ, വാമകേശ്വര തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളാർണവ തന്ത്രം. അപ്പൊ നമുക്കതിനെ മാറ്റാൻ പറ്റില്ല. മലയാളത്തിലും തന്ത്രം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് തന്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് ചോദിക്കുകയാണെങ്കിൽ തനോതി പ്ലസ് ത്രായതി, ഇതാണ് തന്ത്രം. അപ്പൊ ഈ തനോതി എന്നാല് വികാസം, വിപുലീകരിക്കുക, ത്രായതി എന്നാല് സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ മോചിപ്പിക്കുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ തനോതി പ്ലസ് ത്രായതി, എന്തിന്റെ വികാസം കൊണ്ട്, എന്തിന്റെ വിപുലീകരണം കൊണ്ടാണോ നമ്മൾ സ്വതന്ത്രരായിട്ട് നമ്മൾ മോചിക്കപ്പെടുന്നത്, അതിനെയാണ് തന്ത്രം എന്ന് പറയുന്നത്. തനോതിയിലെ തായും ത്രയാദിയിലെ ഇത്രായും കൂടെ ചേരുമ്പോൾ തന്ത്ര, ഈ പദം അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ വികാസത്തിലൂടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള മോചനം സാധ്യമാക്കുന്നതാണ് തന്ത്രശാസ്ത്രം. അപ്പോ അവബോധത്തിന്റെ വികാസമാണ് സാധ്യമാക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം എല്ലാവരിലുമുള്ള കോൺഷ്യസ്നെസ് അതിന്റെ പേരാണ് അവബോധം. അപ്പൊ സ്വയം എനിക്കത് ഉണ്ട് എന്ന് തോന്നുന്നതിനെയാണ് ആ ബോധത്തിനെയാണ് അവബോധം എന്ന് പറയുന്നത്. ഈ അവബോധ വികാസം മാത്രമാണ് തന്ത്രയിലെ ഏക വിഷയം. കാരണം ഇതിനകത്ത് വേറെ വിഷയങ്ങളൊന്നും ഡയറക്റ്റ് ചോദിച്ചാൽ ഇല്ല. പ്രപഞ്ച സത്യത്തെ അറിയാൻ തന്ത്ര നൽകുന്ന 36 തത്വങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യം ഏത് മതമാണെങ്കിലും ഏത് ആരാധനയാണെങ്കിലും എന്താ പറയുക, ഏത് ആത്മീയ പുസ്തക പാരായണം, ധ്യാനം, യോഗ, എല്ലാത്തിൻ്റെയും പരമമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സുഖവും ശരീരത്തിന്റെ രോഗമുക്തിയും മാത്രമാണോ? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. അപ്പോ സത്യത്തില് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ അവബോധത്തെ വികസിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ട് മനുഷ്യ ജന്മ ലക്ഷ്യം സഫലീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ തന്ത്രയുടെ ലക്ഷ്യം. അപ്പൊ ഇത് നമുക്ക് ഈ 36 തത്വങ്ങൾ എന്ന് പറയുന്നതൊന്നും സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ആത്മീയ തലത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന വാക്കുകളാണ് ഈ പറയുന്ന എല്ലാം. തനോതി, ത്രായതി, 36 തത്വങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു LKG UKG വിദ്യാഭ്യാസം ഉള്ള ആത്മീയ തലത്തിലുള്ളവർക്ക് പോലും ഇത് മനസ്സിലാവാൻ പ്രയാസമാണ്. കാരണം ഇത് കുറച്ചുകൂടെ ഉയർന്ന തലമാണ് തന്ത്രശാസ്ത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അവബോധത്തെ വികസിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്തി മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഏകമായിരിക്കുന്ന തന്ത്രത്തിന്റെ ലക്ഷ്യം. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ് തന്ത്രയുടെ ലക്ഷ്യവും മാർഗവും എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യ ജന്മത്തിന് വേറെ ലക്ഷ്യമില്ല എന്ന് തന്ത്ര വളരെ അടിവരയിട്ട് പറയാണ്. മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം മുമുക്ഷുത്വമാണ്. അത് മനുഷ്യൻ എപ്പോ തിരിച്ചറിയുന്നു അപ്പോഴാണ് അവൻ ആ ഒരു ആത്മീയ പാതയിലേക്ക് തിരിയുന്നത്. പ്രപഞ്ച സൃഷ്ടി 36 തത്വങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഇതറിഞ്ഞാല് നമുക്കൊരു ദിശാബോധം ലഭിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം തന്നെ അതിലേക്ക് സഹായകമാക്കി തിരിക്കാൻ പറ്റും. അപ്പൊ ഈ ശാശ്വത സത്യത്തിന്റെ ഒരു ബൃഹത്തായിരിക്കുന്ന ചിത്രം നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത് ഈ 36 തത്വങ്ങളിലൂടെയാണ്. അപ്പൊ നാം വേദം, ഉപനിഷത്ത്, പുരാണങ്ങള്, ഈ അദ്വൈത പാത എല്ലാം തന്നെ എത്തിച്ചേരുന്ന ഏതിലാണെന്ന് ചോദിച്ചാല് ഏകമായിരിക്കുന്ന ഒരു അവബോധത്തിലാണ്. ആ അവബോധത്തിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന സത്യം. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വേറിട്ടതാണ് എന്നുള്ള ഒരു പരിമിത ബോധത്തിന്റെ വികസനം കൊണ്ട് നമ്മൾ എത്തുന്നത് എവിടെയാണ്? അദ്വൈതം എന്ന് പറയുന്ന ആ ഉന്നതമായിരിക്കുന്ന തലത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ദ്വൈതം എന്നുള്ള അവബോധത്തിലാണ്. അതായത് ഞാൻ വേറെ, നീ വേറെ, ഞാനും നീയും വേറെ വേറെ എന്നുള്ള തോന്നല്. അപ്പൊ എല്ലാം പലതാണ്.
ആ ഒരു തലത്തിൽ നിന്ന് നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു അവബോധത്തിൽ എത്തിക്കുന്ന മാർഗമാണ് നമ്മുടെ ഭാരതത്തിലെ യോഗശാസ്ത്രം. അപ്പോ തന്ത്ര എന്ന് പറഞ്ഞാല് തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത് ഒരു രാജപാതയാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു, ഇപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നു, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെ പോകാം തുടങ്ങി യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരവും അറിയാൻ കഴിയുന്ന ഒന്നാണ് തന്ത്രം. അപ്പൊ അതാണ് തന്ത്രം നമുക്ക് തരുന്ന 36 സൃഷ്ടി തത്വങ്ങളുടെ പ്രസക്തിയും. പ്രപഞ്ച സൃഷ്ടി എന്നും ഒരു രഹസ്യമാണ്, നമുക്കെല്ലാം അറിയാം. അദ്വൈത അവബോധത്തിൽ നിന്ന് 36 പടികൾ ഇറങ്ങി താഴെ വന്നിട്ടാണ് നാം ഇപ്പോൾ ഈ ദ്വൈത അവബോധത്തിൽ നിൽക്കുന്നത്. ഈ 36 പടികളും തിരിച്ചു കയറിയാൽ മാത്രമേ നമുക്ക് അവിടേക്കുള്ള തിരിച്ച് അവിടെ എത്താൻ സാധ്യമാകൂ. ഈ പാതകളെ അറിഞ്ഞാലേ തിരിച്ചു പോക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പൊ നമ്മുടെ ആത്മീയ സാധനകള്, അനുഭവങ്ങള് അതിലേക്കുള്ള മാർഗദർശനമായിട്ട് നമ്മൾ മാറ്റണം. ഈ അവബോധം, അതായത് ഈ അവബോധം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉള്ളറിവ്. അപ്പോ ആ ഒരു ഉള്ളറിവ്, ഞാൻ ഉണ്ട്, അഹമസ്മി എന്ന് പറയുന്ന ആ ഉള്ളറിവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടാം? അത് ശരിക്കും ഫ്രീഡം ത്രൂ എക്സ്പാൻഷൻ. ഇതാണ് തിയറി. തന്ത്ര നമുക്ക് മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രായോഗികമായിട്ടുള്ള ഒരു ടെക്നിക്ക് എന്താണ്? നമ്മുടെ എക്സ്പാൻഷൻ. എന്താണ് ആ ഫ്രീഡം? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് വികസിക്കണം. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തിന്റെയും അടിസ്ഥാനം ഈ അവബോധമാണ്. എല്ലാവരിലും ഉണ്ട് ഈ അവബോധം. ഈ അവബോധത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേരാണ് പ്രജ്ഞാനം. ഇത് വേദത്തിന്റെ ഭാഷയാണ്, ജ്ഞാനത്തിന്റെ ഭാഷയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രജ്ഞാനം ബ്രഹ്മ. ഈ പ്രജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ, തന്ത്രശാസ്ത്രം ഇതിനെ അവബോധം, ബോധം എന്നൊക്കെ പറയുന്നു. അപ്പോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പ്രജ്ഞാനം തന്നെ, അതുകൊണ്ടാണ് പ്രജ്ഞാനം ബ്രഹ്മ. എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രജ്ഞാനമാണ്, ഈ അറിവാണ്. ആ ഒരു ഇൻഹറന്റ് കോൺഷ്യസ്നെസ് ആണ്, എല്ലാത്തിന്റെയും ഉള്ളിലുള്ളതാണ്. ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം, ഒരു ചെറിയ ഒരു ഉദാഹരണം, നമ്മളെല്ലാം നമ്മുടെ തലത്തിൽ നിന്നുള്ള ഉദാഹരണത്തിലൂടെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഉദാഹരണം നോക്കാം. രാമൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം പ്രജ്ഞയില്ലാതെ വീണു, പിന്നെ ബോധം കെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പറയുന്നു ആ ജീവൻ ശരീരം വിട്ടുപോയി. അപ്പൊ ഇങ്ങനെ ആ ബോധം പോയി എന്ന് ആദ്യം പറഞ്ഞു. അതായത് ശരീരമുണ്ട് പക്ഷെ ഓർമ്മയില്ല, ശരീരബോധമില്ലാതെ കിടക്കുകയാണ്. പിന്നെ പറയുന്നു ജീവൻ ശരീരം വിട്ടുപോയി. പിന്നെ നമ്മൾ രാമനെ എങ്ങനെയാ വിളിക്കുന്നത്? ഈ ബോഡി എപ്പോ സംസ്കരിക്കും, ഈ ബോഡി എടുത്തോ, ഇത് എപ്പോ എടുക്കും എന്നൊക്കെ ആയിരിക്കും സാമാന്യ ജനങ്ങൾ ചോദിക്കുക. ഈ രാമൻ എന്ന് പറഞ്ഞ വ്യക്തി എവിടെ പോയി? നമ്മൾ ഈ രാമനെ ജീവനോടെ ഇരിക്കുമ്പോ രാമനെ എപ്പോ എടുക്കും നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ എപ്പോ ഈ ജീവൻ ശരീരം വിട്ടു പോയി, അത് ഡെഡ് ബോഡി എന്നുള്ള തലത്തിലോട്ട് എത്തിയപ്പോ നമ്മൾ ചോദിക്കുന്നു അതിനെ വെറും ബോഡിയാക്കി മാറ്റി. അപ്പോ വേറെ രാമനെന്ന് വിളിച്ചിരുന്ന വേറൊരാൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് പോയപ്പോഴത്തേക്കാണ് എന്താ, വെറും സാമാന്യ മരത്തിൽ ഒരു പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ പോലെ ഒരു ബോഡി ആയിട്ട് തീർന്നു മനുഷ്യന്റെ ശരീരം. അല്ലെ? നമ്മള് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മള് ശരീരമായിരുന്നില്ല രാമൻ എന്നുള്ളത് വ്യക്തമായിട്ട്. ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ ഇതിന്റെ ശരിയും തെറ്റും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മള് ആ രാമൻ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആള് ഇതിന് ഉണ്മ കൊടുത്തിരുന്ന വേറെ ആ രാമന്റെ ശരീരത്തെ ആണ് ഇപ്പൊ നമ്മൾ ദഹിപ്പിക്കുക. രാമൻ പോയി, പിന്നെന്താ, ഈ ബോഡിയെ നമ്മൾ ദഹിപ്പിക്കാൻ പോകുന്നു, അല്ലെ? അതുപോലെ നമ്മൾ ഓരോരുത്തരും അതാണ്. അപ്പോ ശരീരത്തിനകത്ത് അല്പം മുമ്പ് ഉണ്ടായിരുന്ന എന്തോ ഒന്ന് ഇപ്പോ ഇല്ലാതായി, ഇല്ലേ? അതായിരുന്നു രാമൻ. ആ ഉണ്ടായിരുന്ന ആള് പോയി. ആ പോയപ്പോ എന്തായി? വെറും ശരീരമായിട്ട് തീർന്നു. ആ എന്തോ ഒന്നിനെയാണ് നമ്മൾ പ്രജ്ഞാനം എന്ന അടിസ്ഥാനമായിരിക്കുന്ന അവബോധം, അതായത് കോൺഷ്യസ്നെസ് എന്നൊക്കെ തന്ത്രശാസ്ത്രം പറയുന്നത്. ഇത് തന്നെയാണ് വേദത്തിലും പറയുന്നത്. ഈ അവബോധം, എനിക്ക് ബോധമുണ്ട് എന്നൊരു തോന്നല്, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഉള്ളറിവെന്ന് പറയുന്നത്. ആ ഉള്ളറിവ് അഥവാ ബോധം അല്ലെങ്കിൽ പ്രജ്ഞാനം, അവെയർ ഓഫ് ബീയിങ് അവെയർ എന്ന് പറയും അതിന്. ബോധം ഉണ്ടെന്നുള്ള ബോധം. അപ്പൊ ഈ പ്രജ്ഞാന വികാസത്തിലൂടെ നേടുന്ന സ്വാതന്ത്ര്യമാണ് തന്ത്രയുടെ വിഷയം എന്ന് നമുക്ക് ആദ്യമേ പറഞ്ഞു. കാരണം ഈ പ്രജ്ഞാനം എന്ന് പറയുന്ന ബോധത്തെ വികസിപ്പിക്കാൻ പറ്റും. അത് ഇതിപ്പോ എന്താ ലിമിറ്റഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റാത്തത്. അത് നമുക്ക് ഉദാഹരണം വേറൊന്നുകൂടെ നോക്കാം. ഒരു മഴയുള്ള രാത്രിയിൽ വളരെ ഇടിവെട്ടും മഴയും മിന്നലും കൊടുങ്കാറ്റും ഒക്കെ അറിഞ്ഞു. പക്ഷെ ഞാൻ എന്താണ്, സുഖമായിട്ട് ഉറങ്ങി, ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റ് പറയണു, ഞാൻ ബോധം കെട്ട് ഉറങ്ങി, ഞാൻ ഇവിടെ നടന്നതൊന്നും അറിയില്ല. എന്ത് പറ്റി? പ്രകൃതിയിലെ ആ ഒരു പ്രകൃതിക്ഷോഭം കണ്ടിട്ട് മനസ്സിലായി എന്തൊക്കെയോ സംഭവിച്ചു, പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല.
അപ്പൊ ഈ അറിഞ്ഞില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് ആരാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? എനിക്ക് ഉണർന്നപ്പോ എങ്ങനെ മനസ്സിലായി ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന്? അപ്പൊ ആരോ എൻ്റെ ഉള്ളിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ട് ഇല്ലേ? ആ ആള് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങിയപ്പോഴും ഉണർന്നിരുന്ന ഒരു ഉണ്മ ഇല്ലേ, ഒരു അന്തർയാമി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ പ്രജ്ഞാനം അഥവാ ബോധം എന്ന് പറയുന്നത്. സദാ ജാഗരൂപമായിരിക്കുന്ന ആ ഒരു ഹൃദയ ദീപം, അപ്പൊ അതിനെ ജ്യോതി എന്ന് പറയാം. അതാണ് ശരിയായിട്ടുള്ള ഞാൻ. അതിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ഞാൻ മനസ്സോ ശരീരമോ കണ്ണോ മൂക്കോ ഒന്നുമല്ല, അല്ലെ? എന്താ ഞാൻ ആരാണ്? ഈ പ്രജ്ഞാനം എന്ന് പറയുന്ന ബോധം വേഷപ്രച്ഛന്നനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ശരീരവും മനസ്സും സ്വീകരിച്ച് പല വേഷവിധാനങ്ങൾ അല്ലെ, ശരീരം മനസ്സ് മാത്രമല്ല, മനസ്സിന്റെ അന്ധകരണങ്ങള്, ശരീരത്തിലെ മനോബുദ്ധി അഹങ്കാരങ്ങൾ എല്ലാം ആ വേഷവിധാനങ്ങൾ അണിഞ്ഞതിന് ശേഷം ആ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അല്ലെ. മനസ്സും ശരീരവും, അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബോധം തന്നെ കവർ ചെയ്യാൻ, തന്നെ മറച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വേഷഭൂഷാദികള്. അപ്പൊ മരണം എന്ന് പറയുന്നത് ആ ഒരു വേഷവിധാനങ്ങൾ അഴിച്ചു വെച്ച് അണിയറയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ഇതാണ് തന്ത്രം പഠിപ്പിക്കുന്ന പാഠം. ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും, കാണുന്നതിലും കാണാത്തതിലും ഈ അവബോധം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നതും ഇപ്പോ ഉള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതും എല്ലാം ഈ പ്രജ്ഞാനത്തിന്റെ പ്രകടനങ്ങൾ മാത്രമാണ്. അപ്പൊ എല്ലാം വേഷപ്രച്ഛന്നരായിട്ടിരിക്കുകയാണ് അതിന്റെ രൂപത്തില്. കാരണം ഈ പറയുന്ന ആ ഒരു ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീങ്സ്, മൃഗങ്ങളും ചരാചരങ്ങളും ചരങ്ങളും അചരങ്ങളുമായിരിക്കുന്ന എല്ലാത്തിന്റെയും പുറകില് ഈ ഒരു പ്രജ്ഞാനമുണ്ട്. അപ്പൊ അതായത് അതിന്റെ രൂപത്തില് എന്താണോ ഉള്ളത്, ഒരു മൃഗമാണെങ്കിൽ ആ രൂപത്തില്, മനുഷ്യനാണെങ്കിൽ ആ രൂപത്തില്. അപ്പൊ പ്രജ്ഞാനമാകുന്ന ശിവത്തിന്റെ ഒരു ഏക അഭിനയമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. മോണോ ആക്ട് എന്ന് പറയില്ലേ, നമ്മൾ ഒരു കുട്ടി സ്റ്റേജിൽ കയറി വിവിധ ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതാണ് മോണോ ആക്ട്. ഒരാളേ ഉള്ളൂ അവിടെ, പക്ഷെ വിവിധ ശബ്ദങ്ങളും പല ഭാവങ്ങളും എടുക്കുന്നു. അപ്പൊ ഒന്ന് പലതായിട്ട് വന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടെന്ന് ഒരു പ്രതീതി ഉണ്ടാക്കുന്നതാണ് മോണോ ആക്ട്. അത് തന്നെയാണ് ഈ പറയുന്ന ബോധം. ഈ പരബ്രഹ്മം എന്ന് പറയുന്ന ബോധം വിവിധ രൂപത്തിൽ വന്ന് നമുക്ക് വ്യത്യസ്തമാണ്, നമുക്ക് നാമരൂപങ്ങളെല്ലാം വ്യത്യാസമായിട്ട് കാണപ്പെടുന്നു, ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു, നമ്മളെ ഭ്രമിപ്പിക്കുന്നു. അപ്പൊ പ്രപഞ്ചം തന്നെയാണ് പ്രജ്ഞാനം. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു കളിമൺ കട്ട പോലും പ്രജ്ഞാനമുണ്ട്, അതിൽ പോലും പ്രജ്ഞാനമുണ്ട്. കാരണം എന്താ? അത് വെള്ളത്തിലിട്ടാൽ അലിയണു, ആസിഡിലിട്ടാൽ അതിന് പ്രതിപ്രവർത്തനം വരുന്നു, അതിന് സ്വയം ഒരു അറിവുണ്ട്, എവിടെ എന്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ ഓരോ മൺതരി മുതല് ഈ പറഞ്ഞ ബ്രഹ്മാവ്, അത് നമ്മളെ മതത്തിന്റെ തലത്തിലോട്ട് പോകുന്നില്ല, പക്ഷെ ഇതിനകത്ത് മതം എന്ന് പറയുന്ന ഒരു തലം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ക്രിയേറ്റർ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, എങ്കിലും 36 തത്വങ്ങൾ വരുമ്പോൾ നമ്മൾ ചില വാക്കുകൾ അത് ഉപയോഗിച്ചേ മതിയാവൂ. അതിനപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശ്വരൻ, ഈ ബോധം എന്നുള്ളതിനെ നമുക്ക് ഈശ്വരൻ, പക്ഷെ ബോധവും ഈശ്വരന്മാര് തമ്മിലും വളരെ വളരെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെയാണ് നമുക്ക് ഈശ്വരനെയും ഈ പരബോധത്തെയും ഈ ഒരു ബ്രഹ്മൻ എന്ന് പറയുന്ന ആ ബോധത്തെയും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ആദ്യം ഒരു എല്ലാത്തിനകത്തും ഈ ബോധം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു 0 വാട്ട് പ്രകാശം ഒരു മൺതരിയിലുണ്ട്. ഇനി നമുക്ക് നോക്കാം, അതിനേക്കാളും കുറച്ചുകൂടെ പുരോഗമിച്ചിരിക്കുന്ന ഒരു ചിത്രശലഭത്തെ എടുക്കാം. അതൊരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിൽ പോയി ഇരുന്ന് തേൻ കുടിക്കണു. അതിന് അപകടങ്ങൾ വരുമ്പോൾ പറന്ന് പൊങ്ങാനുള്ള ആ ഒരു അറിവ് ചിത്രശലഭത്തിനുണ്ട്. അപ്പൊ അതിന്റെ പ്രജ്ഞാനം അഥവാ ഉള്ളറിവ് എന്ന് പറയുന്നത് നമുക്കൊരു 10% കൊടുക്കാം. കാരണം ആ ഒരു 10% പ്രകാശത്തിന് തുല്യമാണെന്ന് വെക്കാം. പക്ഷെ മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ, ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അതൊരു 1000 വാട്ട് പ്രകാശത്തിന് സമാനമായിട്ടുള്ള ഒരു പ്രകാശം ഉണ്ട് മനുഷ്യന്റെ ഉള്ളില്. അപ്പൊ പ്രകാശമാനമായിരിക്കുന്ന ഒരു സൗരയൂഥങ്ങളെ കുറിച്ചും കാണാൻ കഴിയാത്ത ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ്, ഇതിനെയൊക്കെ കുറിച്ച് പ്രകൃതിയിൽ ഉണ്ടോന്ന് മനസ്സിലാക്കാൻ അത്ര കഴിവുള്ള ഒരു അവബോധം മനുഷ്യന് ഇന്ന്, അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ആദിമ മനുഷ്യൻ, പ്രാകൃത മനുഷ്യനിൽ നിന്ന് ഇന്ന് ഈ യുഗത്തില് 21ാം നൂറ്റാണ്ടിലിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ ബോധതലം ഇന്ന് എവിടെ വന്ന് നിൽക്കണു? ആ ഒരു പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന മനുഷ്യനല്ല ഇന്ന്. ആ കാലം എന്ന് പറയുന്നതിലൂടെ മാറ്റങ്ങൾ സംഭവിച്ച ആ മനുഷ്യന്റെ ബോധം ഇന്ന് ഒരു ചിത്രശലഭത്തെക്കാളും മൃഗങ്ങളെക്കാളും ഒക്കെ ഇന്ന് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തലം. അതായത് നിരീക്ഷണങ്ങളിലൂടെയും ശാസ്ത്രത്തിന്റെ വികസനത്തിലൂടെയും ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന എന്താണ്? ഒരു 1000%
ബോധ വികസനം വന്നു കഴിഞ്ഞു. അപ്പോ എന്താ ബോധം എന്ന് പറയുന്നത്? വികസിക്കാൻ സാധ്യതയുള്ള മനുഷ്യന്റെ അവബോധമാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഈ 1000 വാട്ട് പ്രകാശം അല്ലെങ്കിൽ 1000 വാട്ട് പ്രകാശത്തിന് തുല്യമാണ്. പക്ഷെ ഒരു സൂര്യ തേജസ്സിന്റെ 15 ലക്ഷം വാട്ടിന് സമമാണിത്. ഇപ്പൊ സൂര്യ തേജസ്സിന് എത്രയുണ്ട്? സൂര്യ തേജസ് എന്ന് പറയുമ്പോൾ ഈ പ്രകാശം ഈ പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശമാനമാക്കുന്ന ആ ഒരു വലിയ പ്രകാശ സ്രോതസ് അല്ലെ, അതിലൊരു 15 ലക്ഷമെങ്കിലും മനുഷ്യന്റെ കഴിവുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യനിൽ 15 ലക്ഷത്തോളം വാട്ട് പ്രകാശ ശക്തി ഉണ്ട്. പക്ഷെ 1000 വാട്ട് പ്രകാശത്തിൻ്റെത് മാത്രമേ ഇപ്പോഴ് അവിടെ പ്രയോജനപ്പെടുന്നുള്ളൂ, അവിടെ ഉള്ളൂ. അപ്പൊ മനുഷ്യൻ ഇനി എന്താണ്? അപ്പൊ മനുഷ്യൻ എവിടെ നിൽക്കണു? ഈ 15 ലക്ഷം ഉണ്ട്, പക്ഷേ വെറും 1000-ൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം ഇനി മുമ്പോട്ട് പോവേണ്ടിയിരിക്കുന്നു? മനുഷ്യൻ ഇനിയും ബഹുദൂരം സഞ്ചരിക്കാൻ ഇരിക്കുകയാണ്. പ്രജ്ഞാനം അഥവാ ഈ അവബോധം, ആ ഒരു അതിന്റെ വികസനത്തിലൂടെ മാത്രമേ നമുക്ക് ആ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഈ പ്രജ്ഞാനവും ബുദ്ധിശക്തിയും. ഒരിക്കലും ഇത് തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. കാരണം ബുദ്ധിശക്തിയും പ്രജ്ഞാനവും രണ്ടും രണ്ടാണ്. നിഴലും വെളിച്ചവും പോലെ വ്യത്യാസമുണ്ട് ഇതിന്. കാരണം നമുക്ക് മനസ്സിലാകുന്ന പ്രജ്ഞാനം അതിനെയാണ്, അതിന്റെ വികാസം കൊണ്ടാണ്. അല്ലാതെ ബുദ്ധിശക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിന്റെ 4 തലങ്ങളിൽ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സഹസ്രാര പത്മത്തിലിരിക്കുന്ന ന്യൂറോൺസിന്റെ ആക്ടിവേഷൻ, അവിടെ കിട്ടുന്ന ആ ഒരു കോശങ്ങളുടെ ആ ഒരു വിഭജനം അനുസരിച്ച് നമ്മുടെ ബുദ്ധി കൂർമ്മത, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. പ്രജ്ഞാനം എന്ന് പറയുന്ന അത് അവബോധമാണ്. രണ്ടും തമ്മിൽ ഒരിക്കലും നമ്മൾ കൂട്ടിക്കുഴക്കില്ല. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രജ്ഞാന വികസനം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനേക ഡിഗ്രികൾ ഉണ്ടാകാം, പക്ഷെ അവന് ആത്മജ്ഞാനം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം നമുക്ക് നമ്മളെ മനസ്സിലാവുന്നത് എന്തോ അതിനെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ബുദ്ധി കൂർമ്മത കൊണ്ടല്ല നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നത്. ചിലർക്ക് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു എന്താ പറയാ പ്രജ്ഞാനം ഉണ്ടാവാം, ഒരു ബോധതലമായിരിക്കാം. ചിലർക്ക് ഫുട്ബോൾ വലിപ്പത്തിലുണ്ടായിരിക്കാം. പ്രജ്ഞാനത്തിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ജന്മനാലെ കിട്ടുന്ന ഈശ്വര കൃപയോടുകൂടി കിട്ടുന്നതാണത്. ആ രീതിയിൽ അത്ര മാത്രമേ നമുക്ക് എന്താ പറയാ ഓരോരുത്തരുടെയും വലിപ്പം എന്താ. നമ്മളിപ്പോ ഒരു കാഴ്ചയെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ ഒരു നമ്മളൊരു വിഷയം കൊടുത്താൽ ആ ഒരാള് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? അവനവന്റെ പ്രജ്ഞാനത്തിന്റെ തലത്തിലേ അവനവന് വിലയിരുത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു ചിത്രം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ഒരു റിവ്യൂ എഴുതാൻ പറഞ്ഞാല് പലരുടേതും വിവിധങ്ങളായിരിക്കും. കാരണം അവന്റെ ബോധതലം അനുസരിച്ച് മാത്രമേ അവൻ അതിന് എന്താ പറയാ പ്രതികരണം നടത്താൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ശരീരവും മനസ്സും തന്നെ ഈ പ്രജ്ഞാനത്തിന് തൽക്കാലം ഭൂമിയിൽ വസിക്കാൻ വേണ്ടി സ്വയം നിർമ്മിച്ച് ഉപയോഗിക്കുന്ന ആവരണങ്ങൾ മാത്രമാണ്. അത് നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ജന്മനാ തന്നെ എല്ലാവരിലും ഒരു മിനിമം ലെവൽ ഓഫ് പ്രജ്ഞാനം വികസിച്ച് നിൽപ്പുണ്ട്. എങ്കിലും അതിനപ്പുറത്തുള്ള ഒരു പ്രജ്ഞാന വികസനം എല്ലാവരിലും ഒരുപോലെ അല്ല. അത് പഠനക്രിയയില് നമ്മൾ KG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കോളേജ്, യൂണിവേഴ്സിറ്റി, ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആണിത്. അത് ആരുടെയും കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ജന്മനാ കിട്ടുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത് നമ്മുടെ വിജ്ഞാന പ്രക്രിയ വികസനത്തിന്റെ ഓരോ ഘട്ടം മാത്രമാണ്. ഇത് നമ്മൾ സ്വയം ശ്രമിച്ചാൽ മാത്രമേ അതിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. വിദ്യാഭ്യാസം പോലെ കോളേജിൽ ചേർന്ന് പഠിച്ചാൽ കിട്ടുന്നതല്ല ഇത്. അവനവന്റെ പ്രജ്ഞാനത്തെ വികസിപ്പിക്കുക എന്നതാണ് അവനവന്റെ കടമ. ഇത് ഒരാൾക്ക് വേറൊരാൾക്ക് എന്താ പറയുക വികസിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അവനവൻ തന്നെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണിത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു പ്രജ്ഞാനം അല്ലെങ്കിൽ ബോധം എന്നുള്ള ആ ഒരു തലത്തെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഈ ജീവന്റെ കാതലായിട്ടുള്ള ആന്തരിക ലക്ഷ്യം എന്താണ്? ആ ഒരു ഇന്നർ പർപ്പസ് എന്ന് പറയുന്നത്, അതാണ് ആത്മീയ ലക്ഷ്യം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു തലത്തിൽ നമ്മുടെ ബോധത്തെ വികസിപ്പിച്ചുകൊണ്ട് ഞാൻ ആര് ഇല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്തുക. ബാഹ്യമായിരിക്കുന്ന പഠനങ്ങൾ ഒന്നും തന്നെ ഇതിന് തടസ്സമല്ല, ഇതിന് പ്രോത്സാഹനമല്ല. ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ലോകം മുഴുവൻ നേടിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് ഹിറ്റ്ലർ, ആ ഒരു അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ നമ്മളെ കാണിച്ചു തന്നു അല്ലെ. എത്ര ലോകം നമ്മൾ പിടിച്ചെടുത്താലും നമ്മുടെ ആത്മാവിനെ അറിയാതിരിക്കുന്നവൻ സീറോയാണ്. അവന് ജീവിതത്തിൽ ഒന്നും നേടാനില്ല. പക്ഷെ എപ്പോഴാണ് ആത്മലാഭം വരുന്നത്, അവൻ പൂർണ്ണനാണ്. അവന്റെ പൂർണ്ണത്വത്തെ അവന് തിരിച്ചറിയാൻ പറ്റുന്നു. ശരിക്കും മനുഷ്യന്റെ 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആധ്യാത്മിക പുരോഗതി, 2 ഭൗതികമായിട്ട് നമ്മുടെ വീട്, വിവാഹം, ജോലി, കുട്ടികൾ. ഇത് രണ്ടും
ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണെന്ന് നമുക്ക് പറയാം. കാരണം രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് പറക്കാൻ സാധിക്കൂ. ആത്മാവിനെ അറിയാതെ ഭൗതികമായിട്ട് എന്ത് നേടിയിട്ടും ഫലമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭൗതികമായിട്ട് എല്ലാം ഈ ആത്മാവിനെ കിട്ടി ഭൗതികമായിട്ട് പുരോഗതി ഉണ്ടോ അത് അവനവന്റെ ഇഷ്ടമാണ്. പക്ഷേ ഇനി ഭൗതികമായിട്ട് എന്ത് നേടിയാലും ഈ ആത്മാവിനെ അറിയാത്തവന് ഈ ജീവിതത്തിൽ അവന്റെ ലക്ഷ്യപ്രാപ്തി, മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യത്തെ അറിയാൻ സാധ്യമല്ല. അപ്പോൾ ജന്മന ഉയർന്ന പ്രജ്ഞാനവുമായിട്ട് ജനിക്കുന്നവരുണ്ട്. അവരെ നമ്മൾ ബോധിസത്വന്മാർ എന്നാണ് വിളിക്കുന്നത്. ബുദ്ധൻ ഒരു ബോധിസത്വനായിരുന്നു. ഓരോ മനുഷ്യനും വ്യത്യസ്ത ബോധതലമാണുള്ളത്. ഒരു ക്ലാസ്സിൽ 30 കുട്ടികള് 30 പേര് വ്യത്യസ്തമായിരിക്കുന്ന പോലെ പ്രജ്ഞാനത്തിന്റെ കാര്യത്തിലും നമുക്ക് ആ ഒരു വ്യത്യാസം കാണാം. ശരിക്കും ചാൾസ് ഡാർവിന്റെ എവല്യൂഷൻ പ്രോസസ്സ് അത് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രജ്ഞാനത്തിന്റെ തലമല്ല, അത് ശരീരത്തിന്റെ തലമാണ്. അപ്പൊ ആ ശരീരത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രാകൃത മനുഷ്യൻ ഇന്ന് മോഡേൺ ആയിട്ട് ജീവിക്കാൻ പഠിച്ചു. പക്ഷെ ഇന്ന് മോഡേൺ എന്ന് സോക്കോൾഡ് നമ്മൾ അഭിമാനിക്കുന്ന പലരുടെയും ആ ഒരു പ്രാകൃതത്വമായിരിക്കുന്ന ഞാൻ ആര്, നമ്മുടെ സഹജീവികളോട് പ്രകൃതിയോടുള്ള പെരുമാറ്റം കാണുമ്പോൾ അവന്റെ മനസ്സ്, അവന്റെ ബോധതലം ഇന്നും പ്രാകൃതമായിട്ടുള്ള നിലയിൽ ആണോന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ തിയറി, ഡാർവിൻ തിയറിയൊക്കെ നമ്മുടെ ശരീരതലത്തിൽ, സ്ഥൂല ശരീരത്തിൽ മാത്രമേ അത് അതിൽ ആപ്ലിക്കബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പോലെയാണ്. കാരണം എന്താ? സോഫ്റ്റ്വെയർ അല്ല. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളിലും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്, ഇല്ലേ? നമ്മളിൽ ഉൾപ്പെടെ പ്രപഞ്ച വസ്തുക്കൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന ഹാർഡ്വെയർ ആണ്. ചില ഹാർഡ്വെയറുകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. കാരണം ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ, ഇല്ലെ വാട്ടർ വേപ്പർ എന്നൊക്കെ പറയുമ്പോൾ അത് ദൃഷ്ടിഗോചരമല്ല. പക്ഷെ കാണുന്നതും കാണാൻ സാധിക്കാത്തതുമായിട്ടുള്ള എല്ലാ ഹാർഡ്വെയറിന്റെയും ആ ഒരു പ്രാധാന്യം എന്തിനാണ് കൊടുക്കുന്നത്? സോഫ്റ്റ്വെയറിനാണ്, അല്ലെ? സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്നത്. അതിന്റെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നമ്മളിപ്പോ നമ്മുടെ ഒരു ഫോൺ നല്ല എന്താ പറയാ, ഇപ്പൊ പുതിയ ഫോൺ ആയിരിക്കും, നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ ആയിരിക്കാം, പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫോണിന് പ്രയോജനമില്ല, നമ്മൾ അതെടുത്ത് ദൂരെ കളയും, ഇല്ലേ? അതുപോലെ സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും പ്രധാനം. കമ്പ്യൂട്ടറിൽ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തിനാ? അത് അപ്പോഴപ്പോഴുള്ള ഈ ഒരു ഓരോ വികാസങ്ങൾ അപ്പോഴപ്പോഴും നമ്മൾ അതിൽ കൊണ്ടുവരിക, അതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡാർവിന്റെ ഈ പരിണാമ സിദ്ധാന്തം ശരീരത്തിൻ്റെതാണ്, പ്രജ്ഞാനത്തിൻ്റെതല്ല. അപ്പൊ നമ്മുടെ ശരീരമാകുന്ന ഹാർഡ്വെയറിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മളാകുന്ന പ്രജ്ഞാനമാണ്. നമ്മൾ തന്നെയാണ് അത്. ഞാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിബോധം അത് എന്താണ് എന്ന് അറിയുന്നതാണ് നമ്മുടെ ആ സോഫ്റ്റ്വെയറിനെ അറിയുക എന്ന് പറയുന്നത്. നിലവിലുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ശരീരത്തിന്റെ ഘടന അനുവദിക്കുന്നിടത്തോളം വികസിപ്പിക്കാൻ കഴിയും. അത് സ്വയം വികസിക്കുന്നതാണ്. അതിന് വേറൊരാളുടെ എന്താ പറയാ അടുപ്പമോ വേറൊരാൾക്ക് നമുക്ക് മാറ്റാനോ ഒന്നും പറ്റില്ല. സ്വയം നമ്മൾ തന്നെയാണ് അതിന്റെ പ്രധാന അതിനെ നിശ്ചയിക്കുന്നത്, അത് വികസിക്കണോ വേണ്ടയോ എന്നുള്ളത്. എങ്കിലേ ഈ പരിമിതമായിട്ടുള്ള ഹാർഡ്വെയർ ഉപേക്ഷിച്ച് നമ്മൾ എവിടെയാണോ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻ, എവിടെയാണോ നമ്മുടെ ബോധതലം നിൽക്കുന്നത്, അവിടെ വെച്ച് നമ്മൾ ഹാർഡ്വെയർ ആകുന്ന ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് ഒരു അടുത്ത ശരീരം സ്വീകരിക്കുമ്പോൾ എന്താ, ആ ഒരു തലത്തിൽ വേണം നമ്മൾ അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഈ പ്രജ്ഞാന അപ്ഡേഷൻ, അതായത് അപ്ഗ്രഡേഷൻ നമ്മൾ സ്വയം ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ എന്താ, ഈ പറഞ്ഞ മനുഷ്യ ജന്മത്തിനും മൃഗങ്ങളുടെ ജന്മത്തിനും സസ്യങ്ങളുടെ ജന്മത്തിനും തമ്മിൽ വലിയ വ്യത്യാസം കാണില്ല. മരണസമയത്ത് നമ്മൾ ഉപേക്ഷിക്കുന്ന ശരീരത്തിൽ നിന്ന് ഇനി സ്വീകരിക്കാൻ പോകുന്ന ശരീരത്തിന്റെ ഉയർന്ന തലത്തെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോഴുള്ള ബോധതലം അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ആത്മീയ പുരോഗതിയേക്കാൾ വലിയ ഒരു പുരോഗതി ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ ഈ പ്രജ്ഞാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ പരമാവധി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം, അല്ലേ? എല്ലാം അതിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഥവാ ഈ പ്രജ്ഞാനത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന, സെൽഫ് എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന അതിനിഗൂഢമായിരിക്കുന്ന ശാസ്ത്രം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ആരാണ് ഈ പറയുന്ന നമ്മുടെ ആ ഒരു റിയൽ സെൽഫ്? എന്തിനാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്? ഞാൻ ആരാണ്? ഇപ്പൊ ഈ ചോദ്യത്തിന് പ്രജ്ഞാനം, ഞാൻ പ്രജ്ഞാനാണോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഇല്ലേ? അതിനെ വളർത്തിയെടുത്ത് പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിനുള്ള ആ ഒരു എന്താ പറയാ രാജപാത അല്ലെങ്കിൽ ഒരു സൂപ്പർ ജെറ്റ് പ്ലെയിനിൽ കയറി പോകുന്ന പോലെയാണ് തന്ത്രശാസ്ത്രം ഇതിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ തന്ത്രശാസ്ത്രം നമ്മളെ സഹായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില അനുഷ്ഠാനങ്ങൾ
ചില കർമ്മങ്ങള്, ചില ഉപാസനാ മാർഗങ്ങൾ, ഇതെല്ലാം തന്നെ തന്ത്രത്തിന്റെ മാത്രമുള്ള മുതൽക്കൂട്ടാണ്. അപ്പൊ ഇത് പുരാണ കാലങ്ങളില് നമുക്ക് പല പല യുഗങ്ങളിൽ നമ്മുടെ ആ ഒരു പ്രജ്ഞാനം പല പല തലത്തിലായിരുന്നു. മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ഈ ആത്മസാക്ഷാത്കാരത്തിന് ജാതി മത വർണ്ണ ലിംഗ ഭേദമനുസരിച്ച് അവകാശമുണ്ട് അല്ലെ? എല്ലാവർക്കും സാധ്യമാണെന്നുള്ളതാണ്. വളരെ ജനകീയമാണ്. ഇതിനകത്ത് യാതൊരു വർണ്ണലിംഗ വ്യത്യാസമൊന്നുമില്ല. ഒരു മതത്തിന്റെയും കുത്തകയല്ലത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭൗതികം, ആത്മീയമെന്നും സ്പിരിച്വൽ എന്നും ഫിസിക്കൽ എന്നും ഈ പറഞ്ഞ മെറ്റാഫിസിക്കൽ എന്നും ഫിസിക്കൽ എന്നൊക്കെ ഉള്ള ഡിഫറൻസിയേഷൻ ഉണ്ട്. പക്ഷെ അതിലെ വളരെ പരിമിതമായിരിക്കുന്ന ഫിസിക്കൽ അഥവാ ഭൗതിക തലം മാത്രമേ ഭൂരിഭാഗം ആളുകൾക്കും അറിയുള്ളൂ. നമ്മളിപ്പോ യുഗങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഉടനെ അത് ഹിന്ദുയിസമായിട്ട് നമ്മൾ എന്താ യുഗങ്ങള്, ചതുർയുഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതൊരു മതത്തിൻ്റെതായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ആ തലത്തിലേക്ക് പോണില്ല. നമുക്ക് നമ്മുടെ ഈ പറയും പോലെ ശരീരബോധം, ഈ ഫിസിക്കൽ എന്ന് പറയുന്നതും ഭൗതികം എന്ന് പറയുന്നതും ആധ്യാത്മികം എന്ന് പറയുന്ന തലം വെച്ച് തന്നെ നമുക്ക് ഈ തന്ത്രശാസ്ത്രത്തിനെ അറിയാൻ പറ്റും. കാരണം ഈ പരിമിതമായിരിക്കുന്ന ബോധം, അതായത് ഫിസിക്കൽ ഭൗതിക തലം, നമ്മള് ഇന്ന് ഒരു 75% ആളുകൾക്കും ഭൗതിക തലം മാത്രമേ ഉള്ളവർക്ക്, അവർക്ക് ആത്മാവിന്റെ തലം ഉണ്ടെന്ന് പോലും അറിയില്ല അല്ലെ? ആത്മീയ വശം അവരറിയുന്നേ ഇല്ല. നമ്മൾ ഉൾപ്പെടെ, നമ്മൾ എപ്പോഴാണോ ഈ തലത്തിലേക്ക് വരാൻ തുടങ്ങിയത് അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ച് അറിയുന്നത്. അതുകൊണ്ട് അത് വികസിക്കാൻ സാധിക്കാതെ പോകുന്നത് ആരുടെയും കുറ്റമല്ല. കാരണം ഇതിനകത്ത് ആ ഒരു കാണുന്നത് മാത്രം വിശ്വസിക്കുക, സ്ഥൂലത്തിൽ മാത്രം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാണുന്നതിൽ മാത്രമാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനപ്പുറം എന്തോ ഒന്നും ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു സമുദ്രത്തിന്റെ അഗാധ തലത്തില് നമ്മൾ നോക്കുകയാണ്, അഗാധ തലത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഐസ്ബർഗ്, മഞ്ഞുകട്ടകളുണ്ട് അല്ലെ? അതിനെ മഞ്ഞു മലകൾ എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു അറ്റം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പൊ ഹെലികോപ്റ്ററിൽ കൂടെ പോകുമ്പോഴോ ഇല്ലെങ്കിൽ കപ്പല് യാത്ര ചെയ്യുമ്പോൾ ഈ ഐസ്ബർഗ്സിലൊക്കെ ഇടിച്ച് കപ്പൽ ഇല്ലാതാകാറുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ ബാക്കി ഭാഗം? 95%, 87% ഇത് ശരിക്കും ചിലതൊക്കെ 95% വെള്ളത്തിനടിയിലാണ്. അതിന്റെ ഒരു കുറച്ച് ശതമാനം മാത്രമേ നമ്മൾ മുകളിൽ കാണുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ കാണുകയോ നമ്മുടെ അടിഭാഗം നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കാണുന്ന എന്താ? ഈ വെള്ളത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ചെറിയ ഭാഗം. അതിന് തന്നെ ഇത്രയും സ്ട്രോങ് ആണ്. അതില് ഒരു കപ്പലിനെ പോലും നശിപ്പിക്കാനുള്ള അതിന്റെ കഴിവുണ്ട്. അപ്പോ ഈ എന്താ പറയുക, പക്ഷേ ഇതിന്റെ അടിയില് ഈ 87% അടിയിൽ വ്യാപിച്ചിരിക്കുന്ന ആ ഒരു അതിന്റെ തലം, അതിന്റെ ആ ഒരു എന്തിലാണ് ഇത് ഉറച്ചിരിക്കുന്നത്? അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ തലത്തെയാണ് നമ്മൾ കാണാതെ അറിയാതെ വികസിപ്പിക്കാതെ കളയുന്ന സ്പിരിച്വൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കാണുന്നതെല്ലാം പ്രകടനമാണ്, പക്ഷെ ഇതിന്റെ അടിയിൽ വേരുകളുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ഊർധ്വമൂലം എന്നൊക്കെ പറയുന്നത്. കാരണം ഈ വേരുകൾ നമ്മൾ കാണുന്നില്ല. നമ്മുടെ സ്പിരിച്വൽ ആസ്പെക്ട്സ് നമ്മുടെ കണ്ണിന് ഗോചരമല്ല, കാണാൻ പറ്റില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ, ആത്മീയം എന്ന് പറഞ്ഞാൽ അത് മതപരമായിട്ട് എടുക്കാൻ പാടില്ല. കാരണം ആത്മസാക്ഷാത്കാരം എന്നത് എല്ലാ മനുഷ്യന്റെയും എല്ലാ മതത്തിന്റെയും ഏക ലക്ഷ്യമാണ്. ആ ഒരു പ്രജ്ഞാന വികസനം കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതത്തിന്റെ വേലിക്കെട്ടിൽ നിന്നും നമ്മൾ പുറത്തു വരാൻ ശരിക്കും പറഞ്ഞാല് ഈ ഒരു വിശ്വ പൗരനായിട്ട് തീർക്കാൻ ഈ ഒരു തന്ത്രശാസ്ത്രം നമ്മളെ ഒരുപാട് സഹായിക്കും. ഇപ്പൊ തന്ത്രയില് ആത്മീയതയും ഭൗതികതയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ടും സ്വീകരിക്കണം. ആത്മീയം മാത്രമല്ല, ഭൗതികവും ഒരു സാധാരണ മനുഷ്യന് ആവശ്യമാണ്. ആ ഒരു പ്രജ്ഞാന വികസനത്തിനുള്ള ഉപാധികളാണ് തന്ത്രയിലുള്ളത്. ഇവിടെയാണ് തന്ത്രയുടെ ഈ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗിക ജീവിതം. പ്രായോഗികം എന്ന് പറഞ്ഞാല് ഒരു ഋഷിയെ സംബന്ധിച്ച് എന്താ? അദ്ദേഹം ഭൗതിക ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ആത്മസാക്ഷാത്കാരം തേടി യാത്രയ്ക്ക് ഇറങ്ങിയ ആളാണ് അല്ലെ? അദ്ദേഹത്തിന് ഈ ഒരു നാണയത്തിന്റെ ഈ വശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഒരു 80-85% ആൾക്കാരും ഗൃഹസ്ഥാശ്രമികളാണ്. അവർക്ക് രണ്ടും വേണം. അവർക്ക് ആത്മീയവും വേണം, ഭൗതികവും വേണം. ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യമാണ് പ്രായോഗിക ജീവിതം. അതിനാണ് പ്രായോഗിക ജീവിതം. കാരണം ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. പ്രജ്ഞാനത്തിന് തന്നെയുള്ള ഉപാധികളാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഈ പ്രജ്ഞാന വികസനം എന്നുള്ള ഏക ലക്ഷ്യം വെച്ച് അനേക തരത്തിലുള്ള ടെക്നിക്കുകൾ, അനേക തരത്തിലുള്ള മാർഗങ്ങൾ തന്ത്രശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇന്ന് 21-ാം നൂറ്റാണ്ടിലല്ല, ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഈ തന്ത്രശാസ്ത്രത്തിന്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല. കാരണം ഓരോരുത്തർക്കും അവനവന്റെ പ്രജ്ഞയുടെ നിലവാരം അനുസരിച്ച് ഒരു കർമ്മ പദ്ധതി, അതായത് ഒരു പ്രോഗ്രാം,
ആണ് തന്ത്ര തരുന്നത്. അപ്പൊ ഈ നമ്മൾ കണ്ടു, ഈ മനുഷ്യരെല്ലാവരും ഒരേ തലത്തിലുള്ള ബോധതലമുള്ളവരല്ല. ആ ഒരു വൈവിധ്യം, ആ വൈവിധ്യമാണ് തന്ത്രയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കാൻ കാരണവും. നമുക്ക് തന്ത്രയെക്കുറിച്ച് ഇന്ന് വെളിയിലെ പാശ്ചാത്യരും അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരും സീക്രട്ട് സെക്സ് എന്നോ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലിയായിട്ടോ ബലിതർപ്പണങ്ങളായിട്ടോ ഷോഡശ ഉപചാരങ്ങളായിട്ടോ ഒക്കെ ചിലര് തന്ത്രശാസ്ത്രത്തിനെ പറയാറുണ്ട്. അത് അതിലുള്ള അറിവുകേട് കൊണ്ടാണ്. ചിലർക്ക് ശരീരത്തിൽ ഭസ്മം പൂശി ജടാധാരിയായിട്ട് അല്ലെ ഒരാൾ മദ്യപിച്ച് സ്ത്രീയുമായിട്ട് ചുടലക്കാട്ടിലിരിക്കുന്നതായിരിക്കും തന്ത്ര എന്ന് പറയാനുണ്ടാവുക. ഇതൊക്കെ നിറം കൊടുത്ത കുറെ വിവരണങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്നെല്ലാം വളരെ അകലമാണ് തന്ത്രശാസ്ത്രത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന കാതല്. ഒരു സാധാരണയായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ സാധാരണ മാനസിക നിലയെ കണക്കിലെടുത്ത് പഞ്ചമകാരങ്ങൾ ഒന്നും അവന്റെ പ്രജ്ഞാ വികാസത്തിന് ഒരു തടസ്സമല്ല എന്ന് തന്ത്ര പറയുന്നു. പഞ്ചമകാരങ്ങൾ പോലും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇന്ന്. അതിന്റെ ആ ഒരു അന്തരാർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്ത്ര പറയുന്നു, ഏത് ഉപയോഗിച്ചാലും അവന്റെ ആ ഒരു ബോധതല വികാസം മാത്രമാണ് തന്ത്രയുടെ ലക്ഷ്യം. സമൂഹത്തിലെ ശരി തെറ്റുകൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല. അപ്പൊ നമ്മുടെ പ്രജ്ഞാനം എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. എങ്ങനെ അതിനെ വളർത്തി നമുക്ക് എടുക്കാം എന്നാണ് തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു തന്ത്രത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ നമ്മൾ ശരിയായിട്ട് അറിയാത്തത് തന്നെയാണ് അത് നേരെ ഉപയോഗിക്കാൻ നമുക്ക് അറിയാതെ പോയത്. ഓരോ മനുഷ്യന്റെയും ഇന്ദ്രിയത്തിന്റെ ആ ഒരു ഇന്ദ്രിയാതീതമായ വിഷയങ്ങളാണ് ഈശ്വര സങ്കല്പങ്ങൾ, അല്ലെ? ഇവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, ആരാണ് ദൈവം, എന്താണ് ദൈവം, ദൈവം എങ്ങനെ ഇരിക്കും, ആരാണ് ഈശ്വരൻ? ഭൂരിപക്ഷമുള്ള ആളുകളും ബാഹ്യലോകത്തിന്റെ ആ ഒരു മാസ്മരികതയിലാണ്. നമുക്ക് ആരും ഈശ്വരനെ കുറിച്ച് നമുക്ക് ദുഃഖ നിവർത്തി തരുന്ന ചില വിഗ്രഹങ്ങളായിട്ടാണ്, കല്ലായിട്ടും മരമായിട്ടുമുള്ള പണിത് അമ്പലത്തിൽ ക്ഷേത്ര ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കുറെ, അതാണ് യാതൊന്നിനും പ്രതികരണ ശേഷിയില്ലാത്ത ഒരു ഈശ്വരൻ, അല്ലെ? നമ്മൾ അതിലാണ് ഈശ്വരനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതാണോ ഈശ്വരൻ? നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. കാരണം ഇന്നത്തെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ സത്യത്തെ അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അവന് ഈ നമ്മള് പ്രജ്ഞാനമാണ്, നമ്മൾ ബോധമാണെന്നുള്ള അറിവ് നമ്മളിൽ നിന്ന് വിട്ടുപോയി ഈ കലിയുഗത്തില്. അതാണ് ഒരു പ്രധാന കാരണം. നമ്മൾ ആര് എന്നുള്ള ആ ഒരു ചോദ്യം, അതിന്റെ ഉത്തരം നമ്മൾ മറന്നുപോയിരിക്കുന്നു. നമ്മൾ ബോധമാണ്. ആ ഒരു പ്രജ്ഞാനത്തിന്റെ ഉപാധി നമ്മുടെ ശ്രദ്ധയാണ്. നമ്മൾ ഈ പ്രജ്ഞാനത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലേ? ഈ ഇരുട്ടില് എവിടേക്കാണോ ടോർച്ച് അടിക്കുന്നത് അവിടെ പ്രകാശമാനമാകും. അതുപോലെ നമ്മുടെ ആന്തരിക ലോകത്തോട്ട് നമ്മൾ എത്തി നോക്കുന്നേയില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് തുറന്നു വെച്ച് പുറത്തെ ആ ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു എൻചാൻഡിങ് ആ ഒരു പ്രകൃതിയെ മാത്രം നമ്മൾ കാണണു. നമ്മുടെ ആ ഇരുണ്ട് കിടക്കുന്ന നമ്മുടെ നിലവറകള്, മനസ്സിന്റെ ശൂന്യ തലങ്ങള്, അതിന്റെ അഗാധ തലങ്ങള്, നമ്മുടെ ആ ഒരു പ്രജ്ഞയെ ഉറപ്പിച്ചു നിർത്തുന്ന വേരുകള് ഒന്നും നമ്മൾ കാണാതെ പോയി. അതുകൊണ്ടാണ് നമുക്ക് പ്രജ്ഞാനത്തെ കുറിച്ച് അറിവില്ലാതെ പോയത്. അതുകൊണ്ട് ജ്ഞാനമാകുന്ന പ്രകാശം, ആ ടോർച്ച് നമ്മൾ എപ്പോഴാണോ ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഉപാധിയിലൂടെ നമ്മുടെ അകത്തേക്ക് തിരിക്കുന്നത്, അവിടം പ്രകാശമാനമാകും. ആ ആന്തരിക ലോകത്തിൽ എവിടെയാണോ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ വെളിച്ചം, പ്രകാശം മുറ്റതായിട്ട് നമ്മുടെ ആത്മസ്വരൂപത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് എന്താ പറയുക, ആ ഒരു തത്വത്തിൽ എനർജി തത്വം പറയുന്നു, വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ് എന്നാണ്. നമ്മളൊരു സൂര്യപ്രകാശം തന്നെ ഒരു പേപ്പറിൽ കുറെ സമയം വെക്കുകയാണെങ്കിൽ അവിടെ കരിയും, അല്ലേ? ചൂട് കൊണ്ട്. അപ്പൊ നമ്മുടെ ശ്രദ്ധ എവിടത്തേക്കാണോ കേന്ദ്രീകരിക്കുന്നത് അവിടെ എനർജി ഉണ്ടാകും. ഇപ്പൊ പ്രജ്ഞാനവും എനർജിയും തമ്മിൽ അഭേദ്യമായിരിക്കുന്ന ബന്ധമാണ്. ഇതാണ് ഇനി നമ്മൾ അതിലോട്ടാണ് കടക്കേണ്ടത്. കാരണം എന്താണ് ഈ പ്രജ്ഞാനം? ഈ പ്രജ്ഞാനം എന്ന് പറയുന്നത് ഒരു എനർജി തലമാണ്. അപ്പൊ അത് കാണാൻ കഴിയാത്തതായതുകൊണ്ട് നമുക്കത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാണാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ട്. ഈ ആന്തരിക ലോകം, മനസ്സ്, ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഭൗതിക വിഷയങ്ങൾ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ? മൈൻഡ് ഫീൽസ് എന്നാ നമ്മൾ പറയുന്നത്. മനസ്സ് അനുഭവിക്കുന്നു. മനസ്സിനെ കാണാൻ പറ്റുമോ? ആരെങ്കിലും ഇന്ന് മനസ്സിനെ കണ്ടിട്ടുണ്ടോ? പക്ഷെ മനസ്സില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മള് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് പോലെ കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അവിടത്തേക്കുള്ള യാത്രയാണ് തന്ത്രശാസ്ത്രം നമുക്ക് ഒരുക്കി തരുന്നത്. കാരണം അതൊരു ജീവിത രീതിയാണ്. ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ബാഹ്യ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് സാധ്യമല്ല. നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ, അറിവ് കിട്ടുന്നത് പുറത്തെ അറിവുകളാണ്. നമ്മുടെ ആ ഒരു പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ തരുന്ന കണ്ണ്, നാക്ക്, ത്വക്ക്, മൂക്ക്, ഇതെല്ലാം നമുക്ക് തരുന്ന എന്താ? പുറത്തു നിന്നുള്ള അറിവാണ്. പക്ഷെ അതിനുള്ള ആ ഒരു
ആ ജ്ഞാനേന്ദ്രിയങ്ങൾ തരുന്ന പുറത്തെ അറിവുകളൊന്നും സത്യമല്ല. ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നമ്മൾ അടച്ചിട്ട് നമ്മൾ അകത്തോട്ടുള്ള ഒരു യാത്ര തുടങ്ങിയേ മതിയാകൂ. കാരണം നമ്മുടെ സ്വത്വം ഞാൻ ആരാണ് എന്നുള്ളത് അതിഗഹനമായിട്ട് ഈ ഭൂമിയുടെ ഒരു എന്താ പറയാ അനേക മീറ്റർ കുഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഡയമണ്ട്, അതായത് അതിന്റെ കാർബണിന്റെ കിട്ടുള്ളൂ അല്ലെ. ആ കാർബണെ കൊണ്ടുവന്ന് വളരെയധികം ശുദ്ധീകരിച്ചിട്ടാണ് നമുക്കത് ഡയമണ്ട് ആയിട്ട് എത്രയോ വർഷങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് അതൊരു ഡയമണ്ട് ആയിട്ട് തീരുന്നത്. അതുപോലെ ഞാൻ എന്നുള്ള ഡയമണ്ട് വളരെയധികം അകത്തേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു അടച്ചു വെച്ചിരിക്കുന്ന നിലവറയ്ക്കകത്താണ് ആ ഡയമണ്ട് ഇരിക്കുന്നത് അല്ലെ. അതാണ് ട്രഷർ ഹണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജുവൽ ഇൻ ദ ലോട്ടസ് എന്ന് പറയുമ്പോൾ ഈ താമരയ്ക്കകത്ത് ഒരു ജുവൽ ഉണ്ട്, ആ ഒരു മണിപൂരക ചക്രം. അവിടെ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു തലമാണ് നമുക്ക് പ്രപഞ്ചവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഭൗതികമായിട്ട്. പൊക്കിൾക്കൊടി ബന്ധം, നമുക്ക് അമ്മയുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെ തന്നെ പ്രപഞ്ചവുമായിട്ടിരിക്കുന്ന പൊക്കിൾക്കൊടി ബന്ധം ഇല്ലേ. മഹാവിഷ്ണുവിന്റെ നാഭി കമലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടി സംഭവിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, അത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ തന്ത്രം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഈ ബാഹ്യ ജ്ഞാനേന്ദ്രിയങ്ങൾ അടച്ചുകൊണ്ട് അതിനുള്ളിലെ ഉത്കടമായിരിക്കുന്ന ഒരാഗ്രഹമുള്ള ഒരു ജീവനെ, അത് നമുക്ക് ജീവനെ പറയാൻ പറ്റൂ, അതിനകത്ത് വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ശരീരബോധത്തെ ആ ഒരു തലത്തില് ശരീരത്തെ ആ ഒരു ആത്മാവിൽ നിന്നും വിട്ട് കാണുന്ന ഒരാളിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. എല്ലാവരും ജീവനുള്ളതാണ്, ജന്തുക്കളാണ്. പക്ഷെ എപ്പോഴാണ് നമ്മുടെ ശരീരവും ആത്മാവും രണ്ടാണ് എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വരുന്നത്, ആ വ്യക്തിയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ഉത്കടമായിട്ട് ഞാൻ ആരാണെന്ന് അറിയണം എന്ന ആഗ്രഹമുള്ള ഒരു ജീവനെ, അതിന് വേണ്ടത് ആഗ്രഹമാണ്. എനിക്ക് അറിയണം, എന്താണെന്ന് അറിയണം. ഇനി ആ ഒരു ഇനി അറിയാൻ പോകുന്നത്, അതായത് എനിക്ക് ഇതിന്റെ സത്യത്തെ അറിഞ്ഞേ ഞാൻ പിന്തിരിയുള്ളൂ എന്നുള്ള ആ ഒരു മനസ്സ്, ഇത് മനസ്സ് അംഗീകരിക്കണം ഈ ആഗ്രഹത്തെ. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വികസനത്തോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ നമുക്ക് അകത്തോട്ടുള്ള യാത്ര തരപ്പെടും. കാരണം ഇത് മനസ്സ് വഴങ്ങിത്തരണം നമുക്ക്, ഇല്ലെങ്കിൽ മനസ്സ് നമ്മളെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. വെളിച്ചത്തിൽ ഇരുട്ട് പോകുന്ന പോലെ സാധനയിലൂടെ മാത്രമേ ഇതിനെ അറിയാൻ സാധിക്കൂ. അതിനുള്ള കർമ്മ പദ്ധതിയാണ് തന്ത്രശാസ്ത്രം നമുക്ക് തരുന്നത്. ഒരറിവും വിഡ്ഢിത്തമെന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, അത് സാധിക്കില്ല. കാരണം ആ ഒരു സമാനതാ നിയമം എന്നത് സ്വർണ്ണ താക്കോലിട്ട് വേണം തുറക്കാൻ. നമ്മൾ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. കാരണം ഉദാഹരണത്തിന് ഒരു ആറ്റം, അതിനകത്ത് നമ്മൾ ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സൗരയൂഥ സിദ്ധാന്തങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കും ഇല്ലേ. കാരണം രണ്ടും രണ്ട് ഡയമെൻഷനിലാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ആ അറിവിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഒന്നിന്റെ അറിവ് ഒന്നിനെ അറിയാൻ സഹായിക്കും എന്നർത്ഥം. ഇതിനെയാണ് നമ്മൾ ചന്ദ്രശിഖ ന്യായം എന്ന് പറയുന്നത്. രാത്രി കാണുന്ന ചന്ദ്രകലയെ നമ്മൾ എങ്ങനെ കൊച്ചുകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? ആദ്യം നമ്മൾ മരത്തിനെ കാണിക്കും, മരത്തിന്റെ അറ്റത്തുള്ള ഒരു ചില്ല കാണിക്കും. കാരണം അത്രയും ദൂരെ നിൽക്കുന്ന ചന്ദ്രനെ നമ്മുടെ കണ്ണുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിന് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ ഓരോന്ന് തൊട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതാ കണ്ടില്ലേ, ഈ മരം നിൽക്കുന്ന കണ്ടോ, നമ്മുടെ കോമ്പൗണ്ട്, അതിന്റെ മേളിൽ കണ്ടോ ഒരു വൃക്ഷത്തിന്റെ ആ കൊമ്പിലൂടെ നോക്കൂ, ആകാശത്ത് നമ്മൾ ചന്ദ്രനെ കാണാം എന്ന് പറയുമ്പോൾ കുട്ടി പതുക്കെ പെട്ടെന്ന് ഡയറക്റ്റ് കാണുന്നതിനേക്കാളും ഉൾക്കൊണ്ടിട്ട് ഓരോ തലത്തിലൂടെ ചന്ദ്രകലയെ കാണാൻ സാധിക്കും. ഇതിനെയാണ് ചന്ദ്രശിഖ ന്യായം എന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. രാത്രി കാണുന്ന ചന്ദ്രകലയെ കാണാൻ വൃക്ഷശിഖരത്തിലൂടെ നോക്കുക എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, അതൊരു ഒരു വലിയ ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും. പക്ഷെ കൊച്ചു കുഞ്ഞിന് പതുക്കെ മാത്രമേ ഇത് ഉള്ളിലോട്ട് കയറും. നമ്മളും തന്ത്രശാസ്ത്രത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്. പെട്ടെന്ന് ഈ ആന്തരിക ലോകത്തേക്കുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഈ ബോധവും ശക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ അറിയാനാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. തന്ത്രശാസ്ത്രം നമുക്ക് അദ്വൈതവും ദ്വൈതവും എന്താണെന്ന് അറിയാത്ത നമുക്ക് എന്താണ് ദ്വൈതം, എന്താണ് അദ്വൈതം എന്നുള്ള തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു ആദ്യ പടിയായിട്ടാണ് ഈ എന്താ പറയാ ആ ഇന്ദ്രിയങ്ങളുടെ സംയമനം. അതായത് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെ അകത്തോട്ട് കൊണ്ടുവരിക. ഈ ബോധത്തെ, നമ്മുടെ അകത്തുള്ള ബോധത്തെ നമ്മൾ എന്ത് പറയണം? നമ്മൾ എന്തറിയാനാ യാത്ര ചെയ്യുന്നത്? ഈ ഈശ്വരൻ ആര്, ഈ ഈശ്വരൻ എങ്ങനെ ഇരിക്കും, ദൈവം എന്താണ് എന്നൊക്കെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അത് തന്നെയാണ് ഉപാസന എന്ന് പറയുന്ന തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന മാർഗം. ഇപ്പൊ പ്രപഞ്ച സൃഷ്ടി നമുക്കറിയാം, 36 തത്വങ്ങളാണ്. ബിഗ് ബാങ് തിയറിയാണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത്. ജനിക്കുന്നതിന് മുമ്പും മരണശേഷവും നമ്മൾ എവിടെയാണ് നമുക്കറിയില്ല അല്ലെ.
ശാശ്വതമായിട്ടുള്ള ഒന്നും ഇവിടെയില്ല. സുഖം എന്നതൊരു സ്ഥിര അവസ്ഥയുമല്ല. അതുപോലെ തന്നെ ദുഃഖവും, സുഖവും ദുഃഖവും നമുക്ക് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്താണ് അടിസ്ഥാന സത്യം? നമ്മളടുത്ത് ഋഷിമുനിമാര് പറയുന്നു, കാരണം നമ്മുടെ സനാതന ധർമ്മം അവരുടെ ആ ഒരു പുതിയ സെമറ്റിക് മതങ്ങളിലല്ല ഊന്നി നിൽക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മം നമ്മുടെ ആ ഒരു, അതിന് ഹിന്ദു എന്ന് പറയുമ്പോൾ അതൊരു ജാതിയല്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം, ഒരു അറിവാണ്, സനാതനം, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ഒരറിവ്. ഇപ്പൊ ഋഷിമുനിമാർ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. ഭാരതം ഇന്നും അറിയപ്പെടുന്നത് ഈ സിദ്ധാന്തത്തിന്റെ പേരിൽ തന്നെയാണ്. ഋഷിമുനിമാര് നമ്മുടെ അടുത്ത് പറയണു, ആ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത്, ആ പരമമായിരിക്കുന്ന സത്യം, 3 അടിസ്ഥാന യോഗ്യതകൾ വേണം ആ പരമമായ സത്യത്തിന് എന്ന് പറയണു. എന്തൊക്കെയാണ് ആ പരമമായ? നമ്മൾ പരമമായ സത്യം, ആ ഈശ്വരൻ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ പുറപ്പെടുക തന്ത്രശാസ്ത്രത്തിന്റെ വഴികളിലൂടെ, ഇല്ലേ? ആ പറയുന്ന പരമസത്യം എന്ന് പറയുന്നതിന് 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്, അതിന് ആ ഒരു, ഈ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ അത് പരമസത്യം, അത് ബോധമല്ല, അത് ബ്രഹ്മ അല്ല എന്ന് നമുക്ക് പറയാം, അത് ഈശ്വരനല്ല. എന്താണ് ആ 3 കാര്യങ്ങള്? പരമമായിരിക്കുന്ന സത്തയ്ക്ക് നിലനിൽക്കുവാൻ രണ്ടാമതൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. കാരണം പരാശ്രയമില്ലാതെ സ്വതന്ത്രമായിട്ട് ശാശ്വതമായിട്ട് എന്നെന്നും നിലനിൽക്കാൻ കഴിയുള്ള ദ്വൈതമല്ലാത്ത ഒന്നാണത്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, മകൾക്ക് അമ്മ വേണം, അല്ലെ? ആ അമ്മയ്ക്ക് വേറൊരു അമ്മയുണ്ട്. ഇങ്ങനെ ഒരു ശൃംഖല. ഈ അമ്മയുടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മകൾ, ഇന്ന് ലേറ്റസ്റ്റ് മകൾ എന്താ, പുറകിലോട്ട് വലിയ ഒരു അമ്മമാരുടെ നിര തന്നെയുണ്ട്. അപ്പൊ മകള് വേണമെങ്കിൽ അമ്മ വേണം, അല്ലെ? ഒന്നില്ലെങ്കിൽ ഒന്നില്ല. ഇതിനെയാണ് നമ്മൾ ശൃംഖല എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സനാതനമായിരിക്കുന്ന ഈ ബ്രഹ്മം, ഇല്ലെങ്കിൽ ഈ ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തിന് ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന ഒരു സത്തയാണ് ഒന്ന്. രണ്ടെന്താണ്? ഈ പരമമായിട്ടുള്ള വസ്തുവിന് സർവ്വവ്യാപിത്വമുണ്ട്. ഒന്നിനും അതിനെ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. കാരണം നമ്മളെല്ലാം പരിമിതപ്പെടുന്നത് കാലദേശങ്ങൾ, അതായത് ടൈം ആൻഡ് സ്പേസ് കൊണ്ടാണ്. അതിന് ആ ടൈം ആൻഡ് സ്പേസ്, കാലദേശങ്ങൾക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല ഈ ഒരു സത്തയെ. മൂന്നാമത്, പരമമായിരിക്കുന്ന സത്യം ഒരു കാലത്തും മാറ്റമില്ലാത്തതാണ്. അപ്പം അനാദിയാണ്, ശാശ്വതമാണ്. ഈ 3 തത്വങ്ങൾ ഉള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് നമ്മുടെ സനാതന ധർമ്മത്തില് അടിവരയിട്ട്, ഏത് ശാസ്ത്രം എടുത്ത് നോക്കിയാലും അടിവരയിട്ട് പറയുന്നതാണ്. ഇത് കണ്ടെത്തിയത് ആരാണ്? സത്യാന്വേഷികളായിരിക്കുന്ന നമ്മുടെ ഋഷിമാരാണ് അത് കണ്ടെത്തിയത്. അവരതിനൊരു പേര് കൊടുത്തു, പരബ്രഹ്മം. അവര് കൊടുത്ത പേരാണ്, നമ്മൾ കൊടുത്ത പേരല്ല, പരബ്രഹ്മം. അപ്പൊ അതിനൊരു രൂപമില്ല. കാരണം എന്താ? അതിന്റെ കാരണ ഹേതുവായിട്ട് വേറൊന്നുമില്ല. അപ്പൊ അതിന് വേറൊരു രൂപം എടുക്കേണ്ട ആവശ്യമില്ല. അതിന് തുടക്കമില്ല, ഒടുക്കമില്ല, അത് മാറ്റമില്ലാത്തതാണ്, ചേഞ്ച്ലെസ് ആണത്, സ്ഥാണുവാണ്, എന്നും നിലനിൽക്കുന്നതാണ്, 3 കാലത്തുമുള്ളതാണ്. ഈ ഒരു അറിവ്, അതിനെയാണ് നമ്മൾ ശുദ്ധമായിരിക്കുന്ന പ്രജ്ഞാനം എന്ന് പറയുന്നത്. ആ പ്രജ്ഞാനത്തിന്റെ വേറൊരു പേരാണ് ബോധം, ബ്രഹ്മം, പരശിവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് സ്വയം പരിമിതപ്പെടുത്തിയതാണ് നമ്മളും പ്രപഞ്ച വസ്തുക്കളും എല്ലാം തന്നെ. അപ്പൊ ഈ പ്രജ്ഞാനം ഇങ്ങനെ വേണം നമ്മൾ അറിഞ്ഞ് ഈ പറഞ്ഞ ഓരോ തലവും വിട്ട് ആ യഥാർത്ഥ സത്യത്തിൽ എത്തിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു, എന്താ പറയാ, അന്വേഷണ ബുദ്ധി, നമ്മളെല്ലാം നിരാകരിക്കും. നമുക്കൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ല. നമ്മൾ പറയില്ലേ, കണ്ണുകൊണ്ട് കാണുന്നതേ ഞാൻ വിശ്വസിക്കുമെന്ന്. മനുഷ്യന്റെ ആ ഒരു മനസ്സിന്റെ തലമാണത്, ഒന്നിലും വിശ്വാസമില്ലായ്മ. ഇന്ന് ഒരാൾ പറഞ്ഞാൽ അത് ആ ആളുടെ പുറകെ പോയി, വേറൊരാൾ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഓരോ സ്റ്റെപ്പും ഉറച്ചിട്ടേ നമ്മൾ മുമ്പിലോട്ട് പോകാവൂ. അപ്പൊ നമ്മുടെ ആ ഒരു പുരാതന ഋഷിമാര് പറയുന്നതിന് അപ്പുറം ഒരു സത്യമില്ല. അത് വേദശാസ്ത്രങ്ങളായിരിക്കുകയാണ്, പുരാണങ്ങള്, നിഗമങ്ങൾ എല്ലാമാണ്. അവര് പറയുന്നു ഈ 3 ക്വാളിറ്റീസ് ഉള്ളതിനെയാണ് ഞങ്ങള് പരബ്രഹ്മം, ആ പരബ്രഹ്മം ശുദ്ധമായിരിക്കുന്ന പ്രജ്ഞാനം, ബോധം എന്ന് പറയുന്നു. അപ്പൊ ഇത് ആ ഒരു പ്രജ്ഞാനമാണ്, സ്വയം പരിമിതപ്പെടുത്തിയാണ് നമ്മളും ഈ പ്രപഞ്ച വസ്തുക്കളും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പ്രജ്ഞാനം ബ്രഹ്മ, മഹാവാക്യങ്ങളിൽ ഒരെണ്ണാണ്. അപ്പൊ ഈ പ്രജ്ഞാനം അല്ലെങ്കിൽ ബോധം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ 3 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തിരക്കണം, അല്ലെ? നമ്മുടെ മനസ്സിനൊരു പരിമിതമായിട്ടുള്ള നാമരൂപം കൊടുത്തതാണ് നമ്മൾ പരമേശ്വരൻ. നമ്മൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രജ്ഞാനത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിന് പേര് കൊടുത്തു പരമേശ്വരൻ, മഹാദേവൻ എന്നൊക്കെ നമ്മൾ അതിനെ വിളിച്ചു. കാരണം പരബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ നാമരൂപങ്ങളില്ലാത്ത കാരണം നമ്മുടെ മനസ്സിനും പ്രജ്ഞയ്ക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറെ പേര് കൊടുത്തു. അത് തെറ്റില്ല. കാരണം നമ്മൾ പരമേശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളും. തന്ത്രശാസ്ത്രം നമുക്ക് പറഞ്ഞു തന്നു, ഇതിനെ പരാസംവിത്ത് എന്ന് വിളിച്ചു. പരാസംവിത്ത്, പരബ്രഹ്മം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിനെ അനുസരിച്ച് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ, ഞാൻ മക്കൾക്ക് അമ്മയാണ്,
ഭർത്താവിന് ഭാര്യയാണ്, അച്ഛന് മകളാണ്, ചേട്ടന് സഹോദരിയാണ്. പക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നല്ലേ ഉള്ളൂ. അതുപോലെ ഈ പരബ്രഹ്മത്തിന്റെ ഈ പരസംവിത്തിനെ ആളുകള് അവരവരുടെ തലത്തിനനുസരിച്ച് ഓരോ പേര് വിളിച്ചു. അതുപോലെ നമ്മൾ ഇത് കാണണം. കാരണം അവബോധമാണ് ഈ ഒരു ബോധം. ഈ അവബോധം വികസിക്കുമ്പോൾ നാമരൂപങ്ങൾ കൊഴിഞ്ഞു പോകും. നമ്മൾ ഈ പേരുകളൊക്കെ എന്താ, നമുക്ക് എന്തിലെങ്കിലും ഒരു ഊന്നുവടി വേണം ഇല്ലേ? ആ ഒരു അപരിമേയമായിരിക്കുന്ന വസ്തു നമ്മുടെ ഉള്ളിൽ പരിമിതമായി എന്നതാണ് സൃഷ്ടിയുടെ 36 തത്വങ്ങള്. പക്ഷെ നമുക്ക് ഈ 36 തത്വങ്ങളെ അറിയാത്തിടത്തോളം കാലം നമുക്കൊരു ഊന്നുവടി വേണം. നമുക്ക് ഒരു കാലിന് സ്വാധീനമില്ലാത്ത ആളിന് ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കും പോലെ ഈ രൂപങ്ങള്, നാമരൂപങ്ങൾ ഇല്ലാത്ത അവസ്ഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരു ഊന്നുവടി സ്വീകരിക്കണം. നമ്മൾ അതിന് പേരുകൾ കൊടുക്കണം. ആ പേരുകള് ഈ എന്ത് പേര് കൊടുത്താലും ഈ ബോധത്തെയാണ് നമ്മൾ പറയുന്നത്. നമുക്കതിനെ പരമേശ്വരനെന്നോ മഹാദേവനെന്നൊക്കെ വിളിച്ചോളൂ. പക്ഷെ ഈ പരസംവിത്ത് എന്ന് പറയുന്ന പ്രജ്ഞാനം, ബോധം ഇതെല്ലാം ഒന്നാണ്. അപ്പൊ ഈ സൃഷ്ടിയില് 36 തത്വങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് എൻ്റെ കൂടെ വന്നാല് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന തന്ത്രശാസ്ത്രത്തിന്റെ ആ ഒരു ഏറ്റവും കോറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഉപാസനാ മാർഗവും അത് തന്നെയാണ്. ഇനി എന്തൊക്കെ പേര് കൊടുത്താലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതും അതിലൂടെ. അപ്പൊ ഈ പരിമിതമായിരിക്കുന്ന ഈ അപരിമേയമായിട്ടുള്ള വസ്തു എങ്ങനെയാണ് നമ്മുടെ ഉള്ളില് പരിമിതമായി എന്ന് നമുക്ക് സൃഷ്ടിയുടെ 36 തത്വങ്ങളിലൂടെ തന്ത്രശാസ്ത്രം കാണിച്ചു തരുന്നുണ്ട്. മനുഷ്യന് ഒരു പേരും രൂപവും ഉണ്ടെങ്കിലേ അവന്റെ ബുദ്ധിയിൽ അത് നിൽക്കുള്ളൂ ഇല്ലേ? അതുകൊണ്ട് ഈ പരമമായ സംവിത്തിനെ നമ്മൾ പല പേരുകളിൽ വിളിച്ചു. എന്താ? ശിവൻ, ദേവി, സർവത്വം എന്നൊക്കെ നമ്മൾ ഒരേ വസ്തുവിനെ നമ്മൾ പല പേരുകൾ കൊടുത്തു വിളിച്ചു. ആ ഒരു പരമസത്യത്തെയാണ് വിവിധ പേരുകളിൽ നമ്മൾ വിളിച്ചതെന്ന് അറിയാതെ, പലർക്കും പേര് വിളിക്കുമ്പോൾ അറിയില്ല ഇതൊന്നാണെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് എപ്പോഴും വൈവിധ്യത്തിന് കൊതിക്കുന്നതുകൊണ്ട് നമ്മളത് പലതായിട്ട് കാണുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ അറിയണം, ഒരേ കാര്യം തന്നെയാണ് പല പേരിൽ നമ്മൾ വിളിച്ചത്. മതങ്ങളുമായിട്ട് ഈ സർവത്വത്തിന് യാതൊരു ബന്ധവുമില്ല. മതങ്ങളൊന്നും ഈ ചട്ടക്കൂടിനകത്ത് വരുന്നേ ഇല്ല. പുരാതന ഋഷിമാര് ഈ സർവത്വത്തെ അനന്തം എന്നാണ് വിളിച്ചിരുന്നത്. അനന്തം. അനന്തം എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തത്, അതിന് രൂപമില്ലാത്തതാണ്. അത് എന്താണ്? ആ ഒരു അരൂപമാണ്. അപ്പൊ ഏത് വസ്തുവും ആകൃതി ഉണ്ടെങ്കിൽ അത് പരിമിതപ്പെട്ടു പോകും അല്ലെ? നമുക്കറിയാം, ഏത് കാര്യം എടുത്തു നോക്കൂ, ഒഴുകുന്ന ഒരു ജലം അതിങ്ങനെ അനന്തമായിട്ട് ഒഴുകി ഒഴുകി അവസാനം അത് സമുദ്രത്തിൽ ചേർന്ന് സമുദ്രമായിട്ട് തീരുകയാണ്. സമുദ്രത്തിന് പ്രത്യേകിച്ച് നമുക്ക് അതിന്റെ ആഴവും പരപ്പും കണ്ടെത്താൻ പറ്റില്ല. എവിടെയും ആകൃതി വരുമ്പോൾ അത് പരിമിതപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ബ്രഹ്മതത്വത്തിന് യാതൊരു പരിമിതികളില്ല. സത്വ രജസ് തമോ ഗുണങ്ങളില്ലാത്തതാണ് ബ്രഹ്മം. ത്രിഗുണങ്ങളില്ല. സർവത്വം എന്ന ബ്രഹ്മം വിശേഷണങ്ങൾ ഇല്ലാത്തതാണ്, നിർവിശേഷമാണ്. അപ്പൊ കൂടുതൽ വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ കൂടുതൽ നന്നാക്കാനോ അതിനെ ചീത്തയാക്കാനോ നമുക്ക് സാധ്യമല്ല. കാരണം ഇതിനൊക്കെ അപ്പുറത്താണിത്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അദൃശ്യമാണ്. ദൃശ്യമാണെങ്കിൽ അതിനൊരു രൂപം വേണം. അതിന് 5 കാര്യങ്ങൾ ചേർന്ന് വേണം. അപ്പൊ ഇനി നമ്മൾ എന്തിലോട്ടാ വരുന്നത്? ആ ഒരു പരാസംവിത്തിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തിലോട്ട് വരികയാണ്. നമ്മൾ കാണുന്ന തലത്തിലോട്ട് വരികയാണ് അല്ലെ? അപ്പൊ ഈ 5 കാര്യങ്ങൾ, അതായത് അതിനൊരു രൂപം വേണം. അതിനെ എന്താ പറയാ, ഈ ഒരു 5 കാര്യങ്ങൾ ചേർന്നിരിക്കുന്നതിനെ നമുക്ക് അങ്ങനെ വിളിക്കാം. എന്താണത്? സച്ചിദാനന്ദം. എന്താണ് സച്ചിദാനന്ദം? സത്ത പ്ലസ് ചിത്ത പ്ലസ് ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാല് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്, എവർ എക്സിസ്റ്റിംഗ്, സനാതനം അല്ലെ? ചിത്ത് എന്ന് പറഞ്ഞാലോ സർവജ്ഞാനം അഥവാ ത്രികാലജ്ഞാനം. നമ്മളൊക്കെ ത്രികാലജ്ഞാനികളാണോ? അല്ല. നമുക്ക് ഇപ്പൊ നടക്കുന്നത് പോലും നമുക്ക് പറയാൻ പറ്റില്ല അടുത്ത സെക്കൻഡിൽ എന്ത് പറയുന്നു. അപ്പൊ ഈ ത്രികാലജ്ഞാനം ഉള്ളതിനെയാണ് നമ്മൾ ചിത്ത് എന്ന് പറയുന്നത്. അതാണ് സർവജ്ഞാനം. ആജ്ഞാചക്രം എന്ന് പറയുന്നത് സർവജ്ഞാനത്തിന്റെ തലമാണ് അല്ലെ? ആനന്ദം. ആനന്ദം എന്നാലേ എന്താ പറയാ, എന്നും നമ്മൾ ഒരു സുഖാവസ്ഥ, മനസ്സിന്റെ സുഖമായിട്ടുള്ള തലം, അതിനെയാണ് നമ്മൾ എന്താ പറയാ ആനന്ദം. ആനന്ദ ശക്തി, സമ്പൂർണമായിരിക്കുന്ന അറിവ്. അപ്പൊ ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന 3 തലങ്ങൾ ചേർന്ന് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കറിയാം. നമുക്കൊരു ആഗ്രഹം വേണം, അതിന് ചെയ്യാനുള്ള അറിവ് വേണം, പിന്നെ ക്രിയ എന്ന് പറയുന്ന കർമ്മം വേണം അല്ലെ? ഇത് 3ഉം കൂടെ ചേർന്നാൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ പറ്റൂ. എന്നാലേ ആ കാര്യം ചെയ്യാൻ സാധിക്കൂ. ഇതിനെയാണ് നമ്മൾ ആ ഒരു എന്താ പറയുക ബ്രഹ്മം എന്ന് പറയുന്നത്. കാരണം ഇത് 3ഉം അതിനകത്തുണ്ട്. ഇതിനെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഈ പരാസംവിത്തിനകത്ത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് വെളിയിൽ ഇത് കാണാൻ പറ്റില്ല. ഈവൻ ആ പരബ്രഹ്മത്തെ പോലും നമുക്ക് എന്താണെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒരു ചെറിയ വീട് ഉണ്ടാക്കണമെങ്കിൽ
നമുക്ക് മൂന്ന് ശക്തികൾ ഒന്നിക്കണം അല്ലെ? തുടക്കത്തിലെ പ്രജ്ഞാനം എന്ന് പറയുന്ന എന്താ പറയാ ആ ഒരു അതില് അത് ആദ്യം നമ്മൾ എന്താ എടുക്കുന്നത്? ഇച്ഛ വേണം, അത് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്ന കർമ്മ അറിവ് വേണം, പിന്നെ നമുക്ക് അതിന്റെ ക്രിയ വേണം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ചെറിയ കാര്യങ്ങളല്ല, ഒരു കുഞ്ഞു വീടുണ്ടാക്കുന്ന പോലെ അല്ല പ്രപഞ്ച സൃഷ്ടി. തുടക്കത്തിൽ പ്രജ്ഞാനം എന്ന ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ടായത്. ആ മഹാപ്രജ്ഞാനത്തിന്റെ സ്വഭാവം അതിൽ നിന്നുണ്ടായ എല്ലാത്തിനും ഉണ്ടാകും ഇല്ലേ? നമ്മൾ പറയില്ലേ അച്ഛന്റെയും അമ്മയുടെയും ഗുണമാണ് മക്കളെന്ന്. അതുപോലെ ഈ മഹാപ്രജ്ഞാനമായിട്ടിരിക്കുന്ന അതിൽ നിന്നുണ്ടായ നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. പക്ഷെ ഉണ്ടായതിന് ആ ഒരു ഉണ്ടായി വന്ന കാരണത്തെ അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അറിയുന്ന ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഞാനാണ് അറിയുന്ന വ്യക്തി അല്ലേ? എനിക്ക് അറിയണം ഞാൻ എവിടെ നിന്നാ വന്നതെന്ന്. അപ്പൊ ഞാൻ എന്തായി? ഞാൻ സബ്ജക്റ്റ് ആയി. അറിയേണ്ടുന്ന വസ്തു, അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? എന്തിനെ കുറിച്ച് എനിക്ക് അറിയേണ്ടത്? ഞാൻ എവിടെ നിന്ന് വന്നു, ആ വസ്തുവിനെ കുറിച്ച് അറിയണം, ഓബ്ജക്റ്റ്. പിന്നെ ഇത് രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്ന നോളജ്, ഇതിനെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് നമ്മൾ ഏത് കാര്യം അറിയുന്നതിനും നമുക്ക് വേണ്ടത്. മൂന്ന് കാര്യങ്ങൾ. ഒരു സബ്ജക്റ്റ്, എപ്പോഴും അറിയേണ്ടുന്ന ഒരു വസ്തു ഇല്ലേ? ഇവിടെ ഞാനെന്ന് പറയുന്ന ബ്രഹ്മമാണെന്ന് അറിഞ്ഞാല് പിന്നെ എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നിങ്ങൾക്ക് അത് വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റ്. ഇവിടെ ഓബ്ജക്റ്റ് ഇല്ല. കാരണം ഞാൻ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്, ഞാൻ ഈ പരാസംവിത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ഞാൻ ആരാണ്? എനിക്ക് അറിയേണ്ടത് എന്തിനെ കുറിച്ചാ? എന്നെ കുറിച്ച് അല്ലേ? അവിടെ ഓബ്ജക്റ്റ് ഉണ്ടോ? നമ്മള് രണ്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓബ്ജക്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ നമ്മളെ കുറിച്ചാണ് അറിയേണ്ടത്. നമ്മൾ വന്നത് എവിടെ നിന്നാണ്? അപ്പൊ ആ അറിവ് സബ്ജക്റ്റിനെ അറിയാൻ പറ്റില്ല. സബ്ജക്റ്റിന് എന്താ? ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അറിയേണ്ടുന്ന വസ്തു അവിടെ ഇല്ല. കാരണം ഞാൻ തന്നെ അറിവാ. എൻ്റെ അകത്ത് അറിവിരിക്കുന്നത്, അതിലൂടെയാണ് ഞാൻ അറിയേണ്ടത് അല്ലെ? ആ സബ്ജക്റ്റ് ഞാനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രഹ്മമാണെന്ന് അറിഞ്ഞാല് എനിക്ക് എന്നെ അറിയാൻ സാധിക്കില്ല. അതിന് പ്രത്യേകം കാരണം. അതുകൊണ്ടാണ് നമുക്ക് എന്നെ മനസ്സിലാക്കാൻ ഇത്ര പാട്. ഇവിടെ സബ്ജക്റ്റ് ബന്ധം സാധ്യമല്ല. കാരണം നമുക്ക് നമ്മളിൽ ഇരിക്കുന്ന ഞാൻ എന്നെ അറിയുക എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പറയുന്ന ആവരണങ്ങളെ മാത്രമേ അറിയാൻ പറ്റൂ. എന്നെ അറിയണമെങ്കിൽ എന്താകും ഞാൻ? എന്നെ എപ്പോഴറിയുന്നോ അത് ഞാനായിട്ട് തീരും. അറിയാൻ പോകുന്ന ഞാൻ ഈ ഉപ്പുപാവ കടലിൽ ലയിച്ചതുപോലെ എപ്പോഴാണോ നമ്മൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, അറിവ് തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പോകുന്ന വ്യക്തി അവിടെ ഇല്ലാതായിട്ട് തീരും. വളരെ വളരെ എന്താ പറയാ മനനത്തിലൂടെ അറിയേണ്ടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം. നമ്മൾ ഇവിടെ ത്രിപുടി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, നോളജ് അല്ലെ? ഇത് മൂന്നും നമുക്ക് തന്ത്രശാസ്ത്രം തരുന്ന ഒരു അറിവാണിത്. കാരണം എനിക്ക് എന്നെ അറിയണമെങ്കിൽ എൻ്റെ ഈ പറയുന്ന ഉപാധികളിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. എന്നെ മറച്ചിരിക്കുന്ന വസ്തുക്കളെ എനിക്ക് അറിയാൻ പറ്റൂ. പക്ഷെ എനിക്ക് എന്നെ അറിയണമെങ്കിൽ എന്താ? ഞാൻ തന്നെ ആയി തീരണം. അല്ലാതെ നമുക്ക് അറിവെന്ന് പറഞ്ഞൊരു മൂന്നാമതൊരു തലം ഇല്ല. അപ്പോ ഇവിടെ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഈ കാരണം കൊണ്ടാണ്. പ്രമാദ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പ്രമേയം എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, അവ തമ്മിലുള്ള ബന്ധമാണ് പ്രമാണം. അപ്പൊ ഇവിടെ എന്താ സബ്ജക്റ്റ്? ഇവിടെ എല്ലാം സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഓബ്ജക്റ്റ് ഇല്ല. നമുക്കൊരു പ്രതീതി, നമ്മൾ വിചാരിക്കണു ഓബ്ജക്റ്റ് ഉണ്ടെന്ന്. യഥാർത്ഥത്തിലുണ്ടോ? ബ്രഹ്മം തന്നെയാണ് നമ്മൾ എല്ലാവരുമായിട്ട് ഇരിക്കുന്നത് അല്ലെ? കാണപ്പെടുന്ന സൃഷ്ട പ്രപഞ്ചം എല്ലാം തന്നെ ഭഗവാന്റെ, ഇല്ലെങ്കിൽ ആ പരാസംവിത്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു അറിവ്, അതാണ് പ്രമാണം. നമുക്ക് ആ അറിവ് സബ്ജക്റ്റിലോട്ട് ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ അറിയാനായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള വ്യക്തി, അറിയാൻ പോകുന്ന വ്യക്തി അറിവിൽ ലയിക്കും, അത് ഇല്ലാതായിട്ട് തീരും. അപ്പോ ബ്രഹ്മം എന്നത് ഒരു പ്രജ്ഞാനം, ആ ഒരു വെളിച്ചത്തിന്റെ രൂപത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. അതിന്റെ അളവ് വികസിപ്പിക്കണം, അതിനുള്ള മാർഗമാണ് തന്ത്രം. അപ്പൊ ഈ ബ്രഹ്മത്തെ മതങ്ങള് ഈശ്വരൻ, ദൈവം എന്നൊക്കെ പേര് കൊടുത്ത് അരൂപമാക്കിയതിന് രൂപകൽപ്പനകൾ നമ്മൾ കൊടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മത്തിന് യാതൊന്നുമില്ല അല്ലെ? നിർഗുണം എന്ന് പറയില്ലേ നമ്മൾ? നിർഗുണ നിരാകാര പരബ്രഹ്മം. അപ്പൊ ആ പരബ്രഹ്മത്തിന് പ്രത്യേകിച്ച് നാമരൂപങ്ങളില്ല. നമ്മൾ എന്ത് ചെയ്തു? ഇതിന് നമ്മുടെ ഇഷ്ടത്തിന് മതങ്ങൾ കൊടുത്ത പേരാണ് ഈശ്വരൻ, ദൈവം എന്നൊക്കെ. അപ്പൊ അരൂപമായതിന് നമ്മൾ രൂപകൽപ്പന കൊടുത്തു. ഓരോ സെമറ്റിക് മതങ്ങൾ അവരുടെ രീതിക്കും, നമ്മൾ ഹിന്ദു ആ ഒരു ഈശ്വര സങ്കല്പങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ആരാധനയ്ക്ക്, അതായത് പ്രേമപൂർവം കാണാനും ആരാധിക്കാനും പറഞ്ഞു തന്നു. നമ്മുടെ ഈ പറയുന്ന കുറെ തലമുറ, 2000-3000 വർഷങ്ങൾക്ക് ശേഷമാണ് ആരാധനാലയങ്ങൾ. അതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈശ്വരനെ നാമരൂപങ്ങൾ കൊടുത്തപ്പോ അതിനെ ആരാധിച്ച് നമുക്ക് എന്തൊക്കെയോ നേടാൻ പറ്റും എന്നുള്ള ഒരു
വ്യാജ പ്രചരണം. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണോ? നമ്മൾ എന്തിനെയാ ആരാധിക്കേണ്ടത്? നമ്മളെ തന്നെയാണ് ആരാധിക്കുക, അല്ലെ? ആ ഒരു പ്രജ്ഞാനത്തിന്റെ ഉയർന്ന സങ്കല്പങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ നമ്മൾ എന്തിനെ ആരാധിക്കണം? നമുക്ക് ആ ഒരു ദാസ്യഭാവം വന്നത് കാരണം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ അറിവില്ലായ്മകളും ആ ത്രിപുടി എന്ന് പറയുന്ന 3 തലങ്ങളിലൂടെ വന്ന മായിക ആണവ കാർമിക മലങ്ങളെല്ലാം തന്നെ നമ്മളെ ഇത് സത്യത്തെ മറച്ചു കളഞ്ഞു, ഇല്ലേ? ഈ ഒരു ഈശ്വരൻ, അതിനെ എന്ത് പേര് വിളിക്കും? ആ പേര് വിളിക്കണമെങ്കിൽ എന്താ പേര് വിളിക്കുക നമുക്ക്? മാറ്റമില്ലാത്തത്, അദൃശ്യമായത്, രൂപമില്ലാത്തത്, ഗുണങ്ങളില്ലാത്തത്, സർവജ്ഞാനമുള്ളത്, നിത്യമായ ആനന്ദമുള്ളത്, ഇങ്ങനെയൊക്കെ നമുക്ക് ഈശ്വരനെ പറയാൻ പറ്റൂ. അതിന് നാമരൂപങ്ങൾ കൊടുക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ആ നാമരൂപങ്ങൾ ഇല്ലാത്ത ഏകമായിരിക്കുന്ന തത്വത്തെ കാണിച്ചു തരുന്നതാണ് തന്ത്രശാസ്ത്രത്തിന്റെ എല്ലാ ഉപാധികളും. ഇപ്പൊ മനുഷ്യന്റെ മനസ്സുകൾക്ക് നേരിട്ട് അത് അറിയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മതം, ജാതി, വർഗമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈശ്വരനെ, അതായത് ചിന്തിക്കാൻ ആ ഒരു നിർവചനങ്ങള് ഈശ്വരന് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ ആരാണ്, എന്താണ് എന്നൊരു വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ ബോധതലം വികസിച്ച് ആ ഒരു ആ ഒരു നശ്വരമായ മനസ്സിനോടും ശരീരത്തോടും ഒരിക്കലും നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കില്ല. അങ്ങനെയുള്ള എത്രയോ മഹാന്മാര് നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സത്യത്തെ നമ്മൾ ആ ഒരു പാത്തില് നമ്മൾ ആ വേണ്ട വിധം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ആരാണ്, അവനവന്റെ ആ ഒരു ബോധതലം ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ തന്നെ അവന്റെ ബോധതലത്തിനെ വികസിപ്പിക്കാൻ സാധിക്കും. അപ്പൊ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയുക? നമ്മള് ഈ ശരീരം മനസ്സും ഒന്നുമല്ല. അതിനോട് നമ്മള് ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ആ രാമൻ ശരീരം വിട്ടു പോയി. അപ്പൊ രാമൻ വേറൊരാളാണ്, ശരീരം വേറൊരാളാണെന്ന് ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളില് നമ്മുടെ ബോധതലത്തെ വികസിപ്പിക്കും. അപ്പൊ ആ ഒരു താതാത്മ്യ ബോധം നമ്മളിൽ നിന്ന് വിട്ടുപോകും. പരിധിയില്ലാത്ത അറിവ്, ആനന്ദമാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? പരിമിതമായിട്ടുള്ള ശരീര മനോബുദ്ധികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടും. ഇത് ശരിക്കും ഇതാണ് അൾട്ടിമേറ്റ് ആയിരിക്കുന്ന തന്ത്രത്തിന്റെ ലക്ഷ്യം, പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം. അപ്പൊ ഈ മതജാതികൾക്ക് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ സാധ്യമല്ല ഇത് ഉറച്ചു കഴിഞ്ഞാല്. ഇന്ന് എന്തുകൊണ്ടാ മനുഷ്യനെ ഇത്രയും സമൂഹത്തില് മതവും ജാതിയും പറഞ്ഞ് ചൂഷണം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അറിവില്ലായ്മ, നമ്മൾ ഈശ്വര സങ്കല്പത്തിൽ പോലും വിഘടിച്ച് നിൽക്കുന്നു. നമ്മളെ ഒറ്റ ഏകമായിരിക്കുന്ന ആ സത്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണില്ല. അപ്പൊ ഈ മതങ്ങള്, ജാതികൾ വെച്ചിട്ട് മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഇന്നിപ്പോ എവിടെയാണ് വന്ന് നിൽക്കുന്നത് നമുക്കറിയാം. അപ്പോ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ ഒന്നിപ്പിക്കും. ആത്മീയത എന്ന് പറയുന്നത് ക്ഷേത്രപൂജയോ ജാതി മതങ്ങളോ അല്ലാന്ന് ഇപ്പം മനസ്സിലായി കാണും. കാരണം ഈ ഒരു ബോധതല വികാസത്തിലൂടെ നമ്മള് നമ്മുടെ അസ്തിത്വത്തെ അറിയുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്താ, ആ മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള സത്യത്തിൽ നമ്മൾ വന്നു ചേരും. അവിടെ ഭിന്നിക്കാൻ പറ്റില്ല. അത് ഉറച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എല്ലാരോടും സ്നേഹവും സന്തോഷവും സഹതാപവും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലേ? ഇവിടെ എങ്ങനെയാ നമുക്ക് ഭിന്നിച്ച് നിൽക്കാൻ പറ്റുക? ഏകമായിരിക്കുന്ന തലത്തിലോട്ട് നമ്മൾ എത്തിച്ചേരും. നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിന്റെ പ്രായം 13.8 ബില്യൺ വർഷങ്ങളാണെന്ന് കണക്കാക്കിയിരിക്കുന്നു. പക്ഷെ 1,38,000 വർഷം എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ, അതായത് 38,000 ലക്ഷം വർഷം, ഇതാണ് ശാസ്ത്രജ്ഞന്മാരുടെ അനുമാനം. മതങ്ങളൊക്കെ വന്നിട്ട് എത്രയായി? 2000, 3000, മാക്സിമം 4000 വർഷങ്ങള്. പക്ഷെ ഈ പ്രപഞ്ചം വന്നിട്ടോ ഇത്രയും വർഷങ്ങളായി. പക്ഷെ ഈ മതം എന്ന് പറയുന്ന മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു സമ്പ്രദായം വന്നിട്ട് വളരെ 3000, 4000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. തന്ത്രം ഒരു മതമല്ല. എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, അത് മതമല്ല. അതിന് ഒരിക്കലും മതത്തിന്റെ വേലിക്കെട്ടുകളിൽ കൊണ്ടുവരാനും പാടില്ല. അതൊരു ഉയർന്ന അവബോധമാണ്. അതിനെ ശ്രുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കേട്ടറിവ് എന്ന് പറയും. കേൾവിയുടെ കാലഘട്ടത്തില് എന്തായിരുന്നു? പണ്ട് ഇതൊന്നും വേദങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. അറിവുകൾ എഴുതി വെക്കാൻ തുടങ്ങിയത് ആ ഒരു യുഗങ്ങളുടെ സഞ്ചാരത്തിലാണ് എഴുതി വെക്കാൻ തുടങ്ങിയത്. ആദ്യം എന്തായിരുന്നു? ശ്രുതി. നമ്മൾ പറയില്ലേ, ശ്രുതി സ്മൃതി പുരാണാനാം. ആ ശ്രുതി നമ്മുടെ സ്മൃതിയിൽ വെച്ചിരുന്നു, നമ്മുടെ ഓർമ്മയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. കേട്ടറിവ്, ആ കേട്ടറിവുകളെല്ലാം സത്യങ്ങളുമായിരുന്നു, അല്ലെ? കൈമാറി വന്ന ആ ഒരു ബോധ വികസനമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു മഹാ അറിവുകളാകുന്ന മുത്തുകള് നമുക്ക് ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്തു. ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ അത് കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ പ്രജ്ഞാനം എന്ന ബോധത്തിന് വികസിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ചുരുങ്ങാനും പറ്റും. കാലക്രമേണ എന്ത് പറ്റി? ഈ ശ്രുതികളെല്ലാം തന്നെ എഴുതി വെക്കപ്പെട്ട ബുക്കുകൾ, വേദങ്ങൾ എന്നുള്ള പേരില് 4 വേദങ്ങളായിട്ട് തീർന്നു. അവിടെ നിന്നും എന്താ, പുരാണങ്ങള്, ഉപനിഷത്തുകൾ, ഇങ്ങനെ മാറി മാറി മനുഷ്യന്റെ ആ ഒരു വികാസം പ്രക്രിയ തന്നെ കംപ്ലീറ്റ് ചുരുങ്ങി. നമുക്കറിയാം പ്രജ്ഞാനം വികസിക്കുന്ന പോലെ തന്നെ അതിന് ചുരുങ്ങാനും പറ്റും.
അപ്പൊ ശ്രുതി എന്ന തലത്തിൽ നിന്ന് കേട്ടതെല്ലാം ബുദ്ധിയിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഓർക്കാനായിട്ട് നമ്മൾ എഴുതി വെച്ചു. അവിടെ നിന്ന് ഈ ചതുർവേദങ്ങളായി ആ ബോധതലം വികസിപ്പിക്കാൻ അതിന് വേണ്ട സാധനാ മാർഗങ്ങള്, അതായത് ആ ഒരു മാർഗങ്ങളൊക്കെ തെറ്റായിട്ട് പലതും വ്യാഖ്യാനിച്ച് നമുക്ക് നിശാബോധത്തെ ഇല്ലാതാക്കി. ശരിക്കും ഒരു ദിശാബോധം നമുക്ക് വേണം. എല്ലാ സാധനാ മാർഗത്തിനും ഒരു ദിശ. എന്തിനാണ് നമ്മൾ എന്തിനു വേണ്ടി ഇത് ചെയ്യണം, എവിടെയാണ് നമ്മൾ എത്തിക്കുന്നത്, ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെ? ബാഹ്യ പ്രവർത്തനങ്ങൾ മാത്രം മുഴുകുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ബോധം എന്ന് പറയുന്ന ആ തലം ക്ഷയിച്ചു. ഇന്ന് അത് ഇല്ലാതായി തിരികെ. മനുഷ്യന്റെ ഉള്ളില് ബോധം, നമ്മൾ പറയില്ലേ ബോധം ഇല്ലാതെ ഓരോന്ന് ചെയ്യുന്നു. എന്താ ഈ ബോധം? തിരിച്ചറിവ്, ആ ഉള്ളറിവ്, ലക്ഷ്യമില്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ ആ ബോധം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എല്ലാ സൃഷ്ടികളോടുമുള്ള ഒരു സമഭാവന, സത്യം, ധർമ്മം, ഈ പറഞ്ഞ പ്രാണായാമം, ധ്യാനം, സ്നേഹം, ഇവയെല്ലാം തന്നെ എന്താ നമ്മുടെ ബോധത്തെ വികസിപ്പിക്കുന്നവയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ LKG ലെവലാണ്, ഇല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ലെവലാണെന്ന് പറയാം. പക്ഷെ ഇതൊക്കെ ഒരു ബേസ് ആണ്, അല്ലേ? നമുക്ക് എല്ലാവരോടുമുള്ള ഒരു സ്നേഹം, ഒരു സത്യധർമാദികളിലുള്ള ജീവിതം, ഇതെല്ലാം ഒരു ധ്യാനം, ഞാൻ ആരാണെന്നുള്ള ഒരു ചോദ്യം, ഇതൊക്കെ തന്നെ നമ്മുടെ ആ ബോധതലത്തിനെ തുടക്കത്തിൽ വികസിപ്പിക്കാൻ തീർച്ചയായിട്ടും അതിന് സഹായകമാകും. ഇതിനെയാണ് ഈ പറഞ്ഞ, അതിനെ നമുക്ക് ആത്മീയത എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്താ ഒരു LKG തലമായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരങ്ങൾ ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു സമൂഹം നിലനിൽക്കുന്ന ശരീരം അല്ല എന്ന് തന്ത്രശാസ്ത്രം നമുക്ക് ഉറപ്പിച്ചു പറയാണ്. ഞാൻ മനസ്സല്ല, ശരീരമല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. അപ്പൊ ഈ കാണുന്ന സ്ഥൂല ശരീരം ഞാനല്ല. അപ്പോ ഈ മരണം എന്നത് ബോധം ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയാണ്. കാരണം ശരീരത്തിന്റെ ഇല്ലായ്മയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ബ്രഹ്മം വേറെ, നാമരൂപങ്ങൾ വേറെ. മരണം എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടുന്ന വസ്തുവിന്റെ ഇല്ലായ്മ. അത് ആ കാണപ്പെടുന്ന വസ്തു പോയാലും വേറെ എന്തോ ഈ ശരീരത്തിലുണ്ട്, എന്റെ ശരീരം. അപ്പൊ ഞാൻ ആര്? ആ ഞാനാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ഒരു മിനിറ്റ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു ബ്രഹ്മം വേറെ, നാമരൂപങ്ങൾ വേറെ എന്ന് ഉറപ്പിച്ചോളണം. നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് കാണാം, അല്ലെ? ജീവിതം എങ്ങനെയാണ് നമ്മൾ ഇരുന്നത്, പണ്ട് എങ്ങനെ ഇരുന്നു, പണ്ട് എന്തോ തടിച്ച് മെലിഞ്ഞ് വയസ്സായി നമ്മുടെ ആ ഒരു ഭൗതിക ശരീരത്തില്, സ്ഥൂല ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ കണ്ണാടിയിൽ നമുക്കറിയാം, അല്ലേ? അപ്പൊ മാറാത്ത ഒന്നിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം മാറുന്നതൊക്കെ നമ്മൾ അറിയുന്നത്. ആരാ ഈ അറിയുന്നത്? ശരീരത്തിന് അറിയാനുള്ള കഴിവുണ്ട്, അത് ജഡമാണെന്ന് പറയുന്നു, ജഡാത്മികയാണ്. അപ്പൊ ഈ ജഡത്തെ അറിയാൻ ഇതിനകത്ത് എന്താ ചൈതന്യവത്തായിട്ടുള്ള ഒരു വസ്തു ഉണ്ട്, ഇല്ലേ? എയറോപ്ലെയിൻ തന്നെ നമുക്കറിയാം, മേഘങ്ങളുടെ ആ ഒരു ഇടയിലൂടെ മേഘങ്ങളുള്ള ആകാശത്തിൽ പറക്കുന്ന പോലെ തോന്നും, അല്ലെ? പക്ഷെ മേഘമില്ലാത്തടത്ത് വരുമ്പോ എന്താ, ആ പ്ലെയിൻ നിശ്ചലമായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. ആ പ്ലെയിൻ സഞ്ചരിക്കുന്ന, പ്ലെയിനിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, മേഘങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോ പ്ലെയിൻ നിൽക്കുന്നു, അത് പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. എന്താ കാരണം? നമ്മുടെ തോന്നലാണത്. വാസ്തവത്തിൽ ഓരോ സെക്കൻഡിലും വിമാനം പൊക്കോണ്ടിരിക്കുക, പക്ഷെ നമുക്കത് നിശ്ചലമായിട്ട് നിൽക്കണ പോലെ തോന്നും. ആകാശത്ത് നിശ്ചലമായ ഒരു മേഘം വരുന്ന പോലെ ആ ചലനം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. അതുപോലെയാണ് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പ്ലാറ്റ്ഫോം നിശ്ചലമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ട്രെയിനിന്റെ ചലനം നമ്മൾ അറിയണം, ഇല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോം കൂടെ ഓടുന്നതായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. പ്ലാറ്റ്ഫോം നിശ്ചലമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ചലിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നത്. അതുപോലെ കണ്ണാടിയിലെ നമ്മുടെ മാറ്റത്തെ തിരിച്ചറിയുന്നത് എന്താ? മാറ്റമില്ലാത്ത ഉള്ളിലിരിക്കുന്ന ഈ ബോധമുള്ള എന്ന പ്രജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങള് എന്താ പറയാ, ആ ഒരു ശരീരത്തിലെ മാറ്റങ്ങൾക്കൊന്നും വിധേയമല്ലാത്ത, മാറാത്ത ആ തലത്തിനെയാണ് ഞാൻ എന്ന് പറയുന്ന ആ ബോധം. അപ്പൊ അതിന് ജരാനരകളില്ല, ഒരിക്കലും മാറാത്തതാണ്. ഈ ഗാഠമായ സുഷുപ്തിയിൽ നാം ഒന്നും അറിയുന്നില്ല. പിന്നെ ഉണരുമ്പോൾ നന്നായി ഉറങ്ങി എന്ന കാര്യം നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഉള്ളിലെ നിശബ്ദ വ്യക്തിത്വം. ഇതിനെയാണ് നമ്മൾ അന്തർയാമി എന്ന് പറയുന്നത്. ആ ഓരോ യാമത്തിലും നമ്മുടെ ശരീരത്തെ കാത്തു രക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ബോധം, അതിനെയാണ് നമ്മൾ ഈശ്വരൻ ഇല്ലെങ്കിൽ പ്രജ്ഞാനം എന്നൊക്കെ പറയുന്നത്. നല്ലവണ്ണം തന്ത്രശാസ്ത്രം യുക്തിയുക്തം, അതായത് നമുക്ക് ഓരോന്നിനും ഓരോ എക്സാമ്പിൾ കാണിച്ച് തന്ത്രശാസ്ത്രം പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ തന്ത്രശാസ്ത്രം നമുക്ക് ചെയ്തു തരുന്നത്. ഇത് ഇങ്ങനെ യുക്തിപൂർവ്വം ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ എന്താ പറയുക ഉപയോഗത്തെ മനസ്സിലാവാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ
ഓരോ തലത്തെ തൊട്ട് പോയെങ്കിൽ മാത്രമേ ഇതിന്റെ ആ ഒരു സാക്ഷിയെ അറിയാൻ പറ്റൂ. കാരണം വളരെയധികം കോലാഹലമായിരിക്കുന്ന ആ ഒരു ബഹിർമുഖത്വത്തിൽ നിന്നാണ് നമ്മൾ ആ ശാന്തമായിരിക്കുന്ന ശബ്ദങ്ങളില്ലാത്ത തലത്തിലിരിക്കുന്ന ഈ അന്തർയാമിയെ അവനവന്റെ ബോധ സത്യം അന്വേഷിച്ചുള്ള യാത്ര. ആ അന്തർയാമിയാണ് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ അന്വേഷിച്ചു പോകുന്ന ഞാന് അപ്രത്യക്ഷപ്പെടും. ഇത് നമ്മൾ ജാഗ്രത അവസ്ഥയില് നമ്മള് ലോകത്തില് നമ്മുടെ രാജാവാണ് അല്ലെ. ജാഗ്രത അവസ്ഥ നോക്കൂ, നമ്മളാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നത്. എന്റെ തലം, എന്റെ ലോകം, എന്റെ വസ്തുക്കള്, അവിടെ ജാഗ്രത. അതേ ആള് സ്വപ്നാവസ്ഥയിൽ എന്താ? സ്വപ്നത്തില് പല സ്വപ്നങ്ങൾ കാണാം. യാചകനാണ് ഇല്ലേ, ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ സ്വപ്നാവസ്ഥയിൽ പോലും എന്ത് ചെയ്യുന്നു? ആ ഒരു തലം നമ്മൾ അനുഭവിക്കുകയാണ്. വിശപ്പ് കൊണ്ട് കീറിയ വസ്ത്രങ്ങളെ കൈനീട്ടി ഭിക്ഷ യാചിക്കുന്ന ഞാൻ ഇല്ലേ, ആ സ്വപ്നാവസ്ഥയിൽ കരയണു, വിശപ്പ് കൊണ്ട് കരയണു. പക്ഷെ ഉണരുമ്പോ എന്താ? ഞാൻ രാജാവാണെന്ന് തിരിച്ചറിയണു ഇല്ലേ. അതാണ് സ്വപ്നം. കാരണം സ്വപ്നത്തിലുള്ളത് നമ്മൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഉണർന്നപ്പോ എന്ത് മനസ്സിലായി? ഞാൻ രാജാവ് തന്നെയാണ്, അത് മറ്റത് സ്വപ്നമായിരുന്നു. അപ്പൊ വിശപ്പും ദുഃഖവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഉണർന്നപ്പോ നമ്മൾ രാജാവാണെന്നുള്ള അറിവുണ്ടാകണു. അതുപോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തില് ഈ ഉടുപ്പുകള്, ശരീര മനസ്സാകുന്ന ഉടുപ്പുകളിട്ട ബോധം നമുക്ക് പല പല സ്വപ്നങ്ങളെ കാണിച്ചു തരുന്നു. കാരണം ഒരവസ്ഥയിലും മാറാത്ത ഒരു സാക്ഷി ചൈതന്യം ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മളെ സ്ക്രീനിൽ ഒരു ചലച്ചിത്രം കാണുന്ന പോലെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതവിടെ ഉള്ളത് കൊണ്ട്, ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥ ഞാൻ നമുക്ക് സാക്ഷീഭൂതമായിട്ടിരുന്ന് നമുക്കിതിനെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഉണരുമ്പോ എന്താ? അയ്യോ, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഞാൻ. ആ ഞാനിനെ നമുക്ക് ഉറങ്ങുമ്പോ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമുക്കൊരു സ്റ്റേഷൻ മാസ്റ്റർ, ഒരുപാട് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ഈ ഗഹനമായിരിക്കുന്ന സത്യത്തെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന പറയാ അൺകമ്പയറബിൾ എന്ന് പറയും, ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഉപാധികള് ഇല്ലെങ്കിൽ എക്സാമ്പിൾസ് ആണ് പറയണത്. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള്. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഈ ചെറിയ ഉദാഹരണങ്ങൾ നമ്മൾക്ക് ആ ബോധത്തെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. വലിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇപ്പൊ യഥാർത്ഥ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ എടുക്കൂ. അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. അദ്ദേഹം തിരക്കുള്ള ദീർഘദൂര തീവണ്ടികൾ വരുന്നു. അപ്പൊ തിരക്കുകൾ കാണുന്നു, ഭയങ്കര തിരക്കാണ് സ്റ്റേഷനിൽ. പിന്നെ ഗുഡ്സ് ട്രെയിൻ വരുന്നു, അവിടെ കുറച്ച് തിരക്ക്. ചിലപ്പോ ഒന്നുമില്ലാതെ ഒഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, തിരക്കൊഴിഞ്ഞ ശൂന്യമായിട്ടുള്ള സ്റ്റേഷൻ കാണും. ഇതെല്ലാം കാണുന്നത് ആരാ? ഏകമായിരിക്കുന്ന ആ ഒരു സ്റ്റേഷൻ മാസ്റ്റർ. ആ ഒരു വ്യക്തിയാണ് നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതാണ് പ്രജ്ഞാനമാകുന്ന ബോധം ഇല്ലേ. അവിടെ ഇരുന്ന് എന്തൊക്കെയാ കാണുന്നത്? നമ്മുടെ എന്തൊക്കെയോ പറയാ സംഭവങ്ങള് അതിലൂടെ ഈ ശരീരവും മനസ്സും കടന്നു പൊക്കോണ്ടേയിരിക്കുന്നു. ഒരു ചലച്ചിത്രം 2.5 മണിക്കൂറുള്ള ചലച്ചിത്രത്തില് എന്തൊക്കെയാണോ കാണുന്നത് ഇല്ലേ. യുദ്ധം കാണുന്നു, കണ്ണുനീര് കാണുന്നു, സന്തോഷം കാണുന്നു. അതുപോലെ ഇതെല്ലാം തന്നെ വന്നു പോകുന്നു. പക്ഷെ മാറാതെ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ ഏക വ്യക്തി, ഇതിനെയാണ് നമ്മൾ പ്രജ്ഞാനമാകുന്ന ബോധം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് സൂക്ഷ്മവും അതിസൂക്ഷ്മവും ആകുമ്പോൾ മാത്രമേ അതിന്റെ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയുള്ളൂ. എത്രത്തോളം സ്ഥൂലമാവുന്നോ അതിസ്ഥൂലമാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കുറയണു. അത് സാധാരണ ഒരു ഒരു നിയമമാണത്. കാരണം നമ്മുടെ നിത്യജീവിതത്തില് സ്ഥൂലത്തില് സദാ നിൽക്കാതെ നമ്മൾ എന്ത് വേണം? സൂക്ഷ്മവും അതിസൂക്ഷ്മവുമായിരിക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ പോണം. നമുക്ക് പോകാൻ സാധിക്കും. ആ ഒരു ജലം മഞ്ഞുകട്ടയായാൽ അനങ്ങണമെങ്കിൽ ബാഹ്യശക്തി വേണം ഇല്ലേ. ഒഴുകുന്ന തലത്തിൽ അതിന് എങ്ങോട്ട് വേണമെങ്കിലും ഒഴുകാം. പക്ഷെ നീരാവിയായാലോ അതിനെല്ലായിടത്തും നിറയാം. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ലൈറ്റ് ആൻഡ് എനർജി, ആ ഒരു വെളിച്ചവും ഊർജവും വളരെയധികം സാധ്യതകൾ ഉള്ളതാണ്. അതറിഞ്ഞാൽ മനസ്സിന്റെ വികാസത്തെ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബോധതലത്തെ അതിന് വികസിപ്പിക്കാൻ കഴിയും. അപ്പൊ ഈ ഉപനിഷത്ത്, ഗീത തുടങ്ങിയ എല്ലാത്തിന്റെയും അടിസ്ഥാനമായിരിക്കുന്ന അറിവ് ഇതാണ്. ഇത് നമുക്ക് തന്ത്രശാസ്ത്രം ഈ ഉപാധികളിലൂടെ, ഈ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് വളരെ പെട്ടെന്ന്, അതായത് നമുക്ക് ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 10 വർഷം ഇല്ലെങ്കിൽ 5 വർഷം അവനവന്റെ കഴിവനുസരിച്ച് അവന്റെ ശരീരമാകുന്ന ഉപാധിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ബോധതലത്തില് അവൻ എത്തിച്ചേരാൻ പറ്റും. ഇതിൽ ശ്രദ്ധ വേണം, പക്ഷെ മനസ്സിലാക്കാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹവും വേണം. ഇത് രണ്ടും മതി. അപ്പൊ ഈ
എല്ലാ നമ്മുടെ ഉപനിഷത്ത് നമ്മുടെ മതഗ്രന്ഥങ്ങൾ തരുന്ന എല്ലാ അറിവുകളും ഈ ഒരൊറ്റ അറിവാണ്, ഇതിലാണ് എത്തിച്ചേരുന്നത്. അപ്പൊ മനന നിധിധ്യാസനത്തിലൂടെ മാത്രമേ നമുക്ക് ഇതില് അനുഭവത്തിലെത്താൻ സാധിക്കൂ. മനസ്സും ശരീരവും, അതായത് മനസ്സും ശരീരവും പ്രജ്ഞാനം എന്ന ബോധം അഥവാ ബ്രഹ്മം അല്ല. അത് കാരണം ഇത് പരാസംവിത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമാണ്. മതങ്ങള് ഇതിനെ ഈശ്വരനെന്നും തന്ത്രം അതിനെ പരാസംവിത്ത് എന്നും പറയുന്നു. ഇതിനെയാണ് സർവത്വം എന്ന് വിളിക്കുന്നത്. സകലതും സർവത്വത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, സർവത്വത്തിൽ നിലനിൽക്കുന്നു, ഈ ബ്രഹ്മത്തിൽ അതായത് സർവത്വത്തിൽ ലയിക്കുന്നു. ഇതാണ് സത്യം. ഇത് നിത്യമാണ്, സർവ ആനന്ദദായകമാണ്, സർവജ്ഞാനവുമാണ്. ഇത് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മളും അതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളും അതും ഒന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അറിവ് കിട്ടാത്തത്. ഇതിനെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ബന്ധമില്ല. അതുകൊണ്ട് സബ്ജക്റ്റ് ബന്ധമാണ്. നമ്മളും ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഞാനും അതും ഒന്ന് തന്നെയാണ്. അപ്പോ എന്താണ് നമുക്കും ബ്രഹ്മത്തിനും തമ്മിലുള്ള വ്യത്യാസം വരാൻ കാരണം? ആ ഒരു ഗുണങ്ങള് നമ്മൾ ഇല്ലാത്തതുകൊണ്ട്. എന്തൊക്കെയാണോ നമ്മള് ആ ഒരു പരബ്രഹ്മത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഗുണങ്ങള് നമുക്കില്ലാതെ പോയി ഇല്ലേ? നമ്മൾ അതിന്റെ നേരെ എതിരായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഈ ഗുണങ്ങൾ, ആ ഒരു നിശ്ചലത്വം, ആ ഒരു എല്ലാം അറിവ്, എല്ലാത്തിനെയും അറിയുന്ന ആ തലങ്ങൾ ഒന്നും നമുക്കില്ല. മനുഷ്യൻ എന്ന് പറയുന്ന പരിമിതമായിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് ഒതുങ്ങിയപ്പോ ഈ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലെ? കാരണം എന്താ? നമ്മൾ അതിനെതിരായിട്ടെന്ന് പറയാൻ കാരണം നമ്മൾ സ്ഥലകാലങ്ങൾ കൊണ്ട്, ടൈം ആൻഡ് സ്പേസ് കൊണ്ട് ബന്ധിതരാണ്. നമ്മൾ മരിച്ചു പോകുന്നവരാണ്. നിത്യമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മൾ അദൃശ്യരല്ല, അല്പജ്ഞാനികളാണ്, ദുഃഖിതരാണ്. എന്താണ് കാരണം? തന്ത്രം പറയണു, നമ്മുടെ പ്രജ്ഞാനം അഥവാ ബോധം വളരെയധികം പരിമിതപ്പെട്ടു പോയി. ആ ഒരു ചെറിയ ബോധം, അതായത് ഈ പറഞ്ഞ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ആ ബോധം, അതാണ് നമ്മൾ പ്രജ്ഞാനമാണെങ്കിൽ പോലും ആ സൃഷ്ടിയുടെ പ്രക്രിയയില് 36 തത്വം കൊണ്ട് നമ്മളെ പരിമിതപ്പെടുത്തി കളഞ്ഞു. ആ പരിമിതത്വം, ആ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ അറിയാതെ പോയി. അപ്പൊ നമ്മൾ എന്തായി? ദുഃഖിതരായി, സുഖത്തെ തേടി നടക്കാൻ തുടങ്ങി. ആ സുഖസ്വരൂപത്തെ അറിയാൻ പറ്റാതായി. ഈ 36 തത്വങ്ങളെ അറിഞ്ഞാല് നാം എവിടെയാണ് നിൽക്കുന്നത്? ഈ അസ്തിത്വത്തിലേക്ക്. ഈ അസ്തിത്വം, നമ്മുടെ യഥാർത്ഥ തലം എവിടെയാണ്? നമ്മൾ എങ്ങനെയാണ് ഇതിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നതെന്ന് നന്നായിട്ട് മനസ്സിലാകും. ഈ താഴേക്ക് പതിച്ചവരാണ് നമ്മൾ അല്ലെ? നമ്മളെല്ലാം എവിടെയോ ഇരുന്നു, നമ്മൾ താഴേക്ക് പതിച്ചു പോയി. നമുക്ക് തിരിച്ച് അവിടേക്ക് എത്തുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. കാരണം എന്താ? നമ്മളെല്ലാം സുഖത്തെ തേടി നടക്കണു. നമുക്ക് സുഖം വേണം. ആ സുഖം ഈ തലത്തിൽ കിട്ടില്ല. കാരണം പരിമിതമായ ബോധം, ശരീരം എന്ന് പറയുന്ന ആവരണം കൊണ്ട് മൂടിയ നമുക്ക് ആ സുഖത്തെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ ജീവിതത്തില് മാറി മാറി വന്നുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്താ? നിത്യമാറ്റത്തിന് വിധേയരാണ്. നമ്മുടെ ശരീരം ഒരു ദിവസം നമ്മുടെ ഉപാധി നമ്മളിൽ നിന്ന് വിട്ടുപോണു. അപ്പൊ ആ ഉപാധി പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സത്യത്തെ അറിയണം അല്ലെ? അപ്പൊ നമ്മുടെ യാഥാർത്ഥ്യത്തെ അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറൊന്നുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കില്ല. ആ താതാത്മ്യം നമ്മളെ നമ്മളെ അറിയാതെ വേറെന്തോ ആയിട്ട് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുഃഖം വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം. അപ്പൊ ഒരു എന്താ പറയാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പവർ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു 5 ലക്ഷം വാട്ട് അധികമുള്ള ഒരു ശക്തി അല്ലെ? ആ ശക്തി നമ്മുടെ വീടുകളിൽ വരണമെങ്കിൽ എന്ത് വേണം? ആ ഒരു 110 വാട്ടൊക്കെ ആയിട്ട് എത്തിക്കണം. പിന്നെ നമ്മുടെ LED ബൾബുകളിൽ 24, 12 വാട്ടൊക്കെ തുടങ്ങിയ ബൾബുകൾ ഇടുന്നു ഇല്ലേ? അപ്പൊ അതിന് തുല്യമാണ്. കാരണം ഈ ബോധം എന്ന് പറയുന്നത് എല്ലായിടത്തും എത്രയോ വാട്ട് ശക്തിയുള്ള ബോധത്തിൽ നിന്ന് അത് നമ്മൾ എവിടെ എത്തി? ആ ബോധത്തിന്റെ പതനം എവിടെയാ? ഒരു പവർ സ്റ്റേഷനിലെ വൈദ്യുതിയും നമ്മുടെ വീട്ടിലെ വൈദ്യുതിയും ഒന്നാണ്. വൈദ്യുതിക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. ഉണ്ടാക്കുന്നിടത്ത് എന്താ? ആ ഊർജം പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ എത്തിയപ്പോൾ അതെന്ത് ചെയ്തു? ആ ട്രാൻസ്ഫോമർ വെച്ചു, സബ്സ്റ്റേഷനുകൾ വെച്ചു, വൈദ്യുതി കമ്പികൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു ശൃംഖല ആ വൈദ്യുതിയെ, ആ ശക്തിയെ കുറച്ച് നമ്മുടെ വീട്ടിൽ ചെറിയ പ്രകാശത്തിന് മാത്രമുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് മാറിയത്. ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ബോധത്തിന്റെ ഒരു സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഇത് വെറുതെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കാരണം അത്രയും വാട്ട് ശക്തിയിൽ നിന്ന് നമ്മൾ പരിമിതപ്പെട്ടു. എന്തുകൊണ്ടൊക്കെ പരിമിതപ്പെട്ടു? 36 തത്വങ്ങളിലൂടെ പരിമിതപ്പെട്ടു. നമ്മൾ മേളിലിരുന്ന ആ ഓരോ സ്റ്റെപ്സ് 36 പടികൾ താഴെ ഇറങ്ങി വന്നു. നമ്മൾ കാണുന്ന
ഈ ഒരു ആരാധനാ സമ്പ്രദായങ്ങളാവട്ടെ, പുരാണ പഠനങ്ങളാവട്ടെ, യോഗ, ധ്യാനം, ആചാര അനുഷ്ഠാനങ്ങള്, ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, വിവിധ ധ്യാന രീതികളെല്ലാം തന്നെ ഈ താഴെ പതിച്ചു കിടക്കുന്ന അവബോധത്തെ പടിപ്പടിയായിട്ട് ഉയർത്താനുള്ള, വികസിപ്പിക്കാനുള്ള ചെറിയ ഉപാധികൾ. അത് ചെറുതെന്നേ നമുക്ക് പറയാൻ പറ്റൂ. ആദ്യപടി LKG, കിൻഡർ ഗാർഡൻ, ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ പടി. ഈ അവബോധം ഇപ്പൊ എവിടെയായിരിക്കുന്നത്? ആ പവർ സ്റ്റേഷൻ വിട്ടിട്ട് നമ്മുടെ വീടുകളാകുന്ന പരിമിതപ്പെട്ട ശരീരങ്ങളിൽ വന്നിട്ട് പരിമിതപ്പെട്ട് കിടക്കുകയാണ്. അതിനെ എന്ത് വേണം? നമ്മൾ തന്നെ അതിനെ ആ തലമാണെന്ന് നമുക്കത് ആയിത്തീരണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്. ആ തലത്തിലോട്ട് നമ്മൾ വികസിക്കണം എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇവിടെ ഇരുന്ന് നമുക്ക് ആ തലത്തെ അറിയാൻ പറ്റൂ. അതിനെന്താ വേണ്ടത്? ഈ സ്റ്റെപ്പ് ഡൗണിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 36 തത്വങ്ങളെ അതിജീവിക്കണം. വിപരീത ദശയിലേക്ക് നമ്മൾ പോണം. ഇതിന്റെ മുകളിലോട്ടുള്ള പടികൾ കയറണം. ഈ യഥാർത്ഥ ലക്ഷ്യത്തെ അറിയാനാണ് ശരിക്കും പറഞ്ഞാല് ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു മഹത്തായിരിക്കുന്ന ശാസ്ത്രം നമ്മുടെ പ്രായോഗിക ജീവിതത്തില് മനുഷ്യന് ഭൗതികവും ആധ്യാത്മികവുമായിട്ട് 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഇന്ന് ആർക്കും സമയമില്ല. ഒരു നിസാരമായിട്ട് കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം, അവന്റെ മനുഷ്യ ജന്മം, അവൻ ആരാണെന്നുള്ള സത്യത്തെ അവൻ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തീർച്ചയായിട്ടും തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ആ ബൃഹത്തായിരിക്കുന്ന, അത് ബൃഹത്താണ്. കാരണം എന്താ? അത് പലരും ഇന്ന് അറിയാത്ത മേഖലകളാണ് അതിൽ കൂടുതലും. ആ തിരിച്ച് യാത്ര ചെയ്യണമെങ്കിൽ, നമ്മുടെ ഈ ലക്ഷ്യത്തെക്കുറിച്ച് അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ തന്ത്രശാസ്ത്രത്തെ ആശ്രയിച്ചേ തീരുള്ളൂ. കാരണം നമുക്ക് പ്രപഞ്ചം മുഴുവൻ അറിയാൻ സാധിക്കില്ല. നമ്മുടെ വിപുലീകരിക്കുന്നതും രക്ഷിക്കുന്നതുമായിട്ടുള്ള ശാസ്ത്രത്തെ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതാണ് തന്ത്രം. തനോതി ത്രായതി. വികസനത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രക്ഷ, പൂർണ്ണമായിരിക്കുന്ന രക്ഷ. നമുക്ക് സുഖം, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ജീവിതം നല്ല സുഖകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് തന്ത്രശാസ്ത്രം. ഇന്ന് നമുക്ക് ഇതിന്റെ അവസാന ഭാഗം കൂടെ ചേർത്താണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എങ്കിലും നമ്മുടെ ഈ ഒരു ഉപാസകർക്ക് കുറച്ചും കൂടെ വിശദമായിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഇത് കേട്ട് നിർത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നാളെ ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയണം. എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.